ഇലൽ മദീന മദീനയിലേക്കൊന്ന് പോകാം. പോയി നോക്കിയാലോ ഔദാര്യത്തിന്റെ നിറകുടമാണ് അവിടുന്ന്, കാരുണ്യത്തിന്റെ നിറകുടമാണ് അവിടുന്ന്. അവിടുത്തെ ഔദാര്യത്തെ മറികടക്കുന്ന ഒന്നും ഇല്ല, ഒരു വ്യക്തിയുമില്ല. പ്രവാചകനോട് യോജിക്കുക സൃഷ്ടിപ്പിലും സ്വഭാവത്തിലും ഇല്ല. വലം യുദാനുഹു ഫീ, അവിടുത്തെ മറികടക്കുന്ന ഒരാളുമില്ല. വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറൂമ, അവിടുത്തെ വൈജ്ഞാനിക തലത്തോട് സമാനതകൾ ഇല്ല. ഔദാര്യത്തിന്റെ തലങ്ങളിലും സാമ്യമുള്ള ഒന്നുമില്ല. അങ്ങനെയുള്ള ഔദാര്യത്തിന്റെ നേതാവ്, ആ നേതാവിലേക്ക് ചെല്ലാനാണ് അല്ലാഹ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത് മദീനയിലേക്ക്. ഹയാത്തുകാലത്ത് മാത്രം ചെല്ലാനല്ല, ഹയാത്തുകാലത്ത് മാത്രം ചെല്ലാനല്ല. ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും എന്ന് പറഞ്ഞിട്ട് അതേ അവിടത്തേക്ക് കൽബ് തിരിക്കുന്നവർക്ക് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞത് മുത്തുനബിയാണല്ലോ. ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസാണല്ലോ. ഹദീസിന്റെ ചില ഭാഗങ്ങൾ ഞാൻ വിട്ടിട്ടുണ്ട്. ആ ഹദീസിന്റെ ഒരു ഭാഗത്തുള്ള പ്രയോഗമാണ് ഞാൻ പറഞ്ഞത്. മുത്തുനബി നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ ഒരുക്കമാണ്. അങ്ങനെയുള്ള നേതാവിലേക്ക് ഉടനെ ചെല്ലാനാണ് റബ്ബ് തആലയും നമ്മളോട് പറയുന്നത്. അങ്ങനെ പോയാലോ ശരീരം കൊണ്ട് നമുക്കിപ്പോ പോകാൻ പറ്റുന്നില്ല. ആയിരക്കണക്കിന് മനുഷ്യര് മദീനത്തുണ്ട് ശാരീരിക സാന്നിധ്യത്തോടെ. അവർ ഹബീബിലേക്ക് ലയിക്കുന്നുണ്ട്, മുത്തുനബിയെ പുകഴ്ത്തുന്നുണ്ട്, മദീനയിലെ മണത്തരിയെ ആദരിക്കുന്നുണ്ട്, ഹുജറത്തുൽ ശരീഫയോട് നേരിട്ട് സംവദിക്കുന്നുണ്ട്. അല്ലാഹുവേ, ജീവിതത്തിൽ പല ആവർത്തി ഞങ്ങൾക്ക് അതിന് അവസരം നൽകണേ അല്ലാഹ്. മദീന നമ്മുടെ വികാരമാണ്, ഹബീബ് നമ്മുടെ അജണ്ടയാണ്. ആ നിലയ്ക്ക് നമ്മൾ ജീവിക്കലാണ്. മറ്റെല്ലാത്തിനെയും നമ്മൾ മറക്കലാണ്. ഹബീബിനെ നമ്മൾ ഓർമ്മിച്ച് ജീവിച്ചാൽ മറ്റു മുഴുവനും ഉള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വരുമല്ലോ. ആരെയും നമ്മൾ പിന്നെ ഭയക്കേണ്ടതില്ലല്ലോ, നമ്മൾ പിന്നെ ബേജാറാകേണ്ടതില്ലല്ലോ. നമ്മെ ഏറ്റെടുക്കാൻ ഹബീബ് ഉണ്ടാകുമല്ലോ. അതുകൊണ്ടല്ലേ തിരുദൂതരുടെ സവിധത്തിൽ നിന്ന് മുത്തുനബിയുടെ നിർദ്ദേശപ്രകാരം ഒരു വഴിയിൽ സഞ്ചരിച്ചു പോകുമ്പോൾ സുഫിയാൻ റളിയല്ലാഹു അൻഹു സഞ്ചാരം തുടങ്ങിയപ്പോൾ അതാ ഒരു പറ്റം ആളുകൾ വഴിയിൽ നിന്നിട്ട് പറയുന്നു, നിങ്ങൾ അങ്ങോട്ട് പോകല്ല, ആ വഴിയിലൂടെ സഞ്ചരിക്കല്ല. എന്തേ കാര്യമെന്നറിയോ? ആ വഴിയിൽ ഒരു സിംഹമുണ്ട്, ആളുകളെ ഉപദ്രവിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ആ വഴിയിലൂടെ പോയാൽ നിങ്ങൾക്ക് അപകടം സംഭവിക്കുമല്ലോ. ആ നിർദ്ദേശം പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഇല്ല ഇല്ല, ഞാൻ വന്നത് എന്റെ വകയായിട്ടല്ല, ഞാൻ യാത്ര പുറപ്പെട്ടത്
എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, എന്റെ മുത്തുനബി എന്നോട് പറഞ്ഞിട്ടാണ്, ഹബീബ് പറഞ്ഞേച്ചതാണ്. അതുകൊണ്ടൊരു സിംഹത്തെയും എനിക്ക് പേടിയില്ല, എനിക്കൊരു ബേജാറുമില്ല. അതേ, ഇത് പറഞ്ഞിട്ട് മഹാനവറുകളങ്ങ് മുന്നോട്ട് നടന്നു പോയപ്പോ അതാ വഴിയിൽ കാണുന്നു ജടവിരിച്ചിരിക്കുന്ന സിംഹമാണ്. അതേ, വരുന്ന യാഗതനെ നോക്കിയിട്ട് ചാടാനുള്ള ഒരു ശ്രമത്തിനാണ്. ആ ശ്രമത്തോടെ നിൽക്കുന്ന സിംഹത്തിന്റെ പരിസരത്തേക്ക് നടന്നെടുക്കുമ്പോൾ അടുത്ത നിമിഷം എനിക്കെതിരെ നീങ്ങുമെന്ന് തിരിച്ചറിഞ്ഞ മഹാനവറുകൾ ഒറ്റ വാചകമേ പറഞ്ഞുള്ളൂ. ആ വാചകം ഇത്ര മാത്രമാണ്, യാ അസർ ഇന്നി റസൂലില്ലാഹ്. ഓ സിംഹമേ, ഞാൻ ആരാണ് നിനക്കറിയുമോ? അന റസൂലില്ലാഹ്. ഞാൻ അല്ലാഹുവിന്റെ ദൂതരുടെ ദൂതനാണ്, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്. ഈ വാചകമേ പറഞ്ഞുള്ളൂ. ആ വാചകം ഒന്ന് കേട്ടപ്പോൾ ആ മൃഗം അതേ വിവേകശേഷിയുള്ള മൃഗമല്ല, പക്ഷേ എല്ലാ മൃഗങ്ങളും ഹബീബിന്റെ മുന്നിൽ തല താഴ്ത്തും. ഹബീബ് തന്നെയാകണമെന്നില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധപ്പെട്ട വിഷയങ്ങളുടെ മുന്നിലും തല താഴ്ത്തുമല്ലോ. അതേ, കടിച്ചുയരണമെന്ന മനോഭാവത്തിൽ നിന്ന സിംഹം അതിനോട് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയപ്പോൾ ഉടനെ ആ സിംഹം തല താഴ്ത്തിയല്ലോ. ഓപ്പോസിറ്റ് നിൽക്കുന്നതിന് പകരം ഒന്നു മാറി ആദരവ് കാണിച്ചല്ലോ. മഹാനായ സ്വഹാബി ആ വഴിയിലൂടെ നടന്നിങ്ങനെ പോകുമ്പോ സിംഹം പ്രൊട്ടക്ഷനായി കൂടെ നടന്നല്ലോ. സംരക്ഷിതമായ പരിസരത്തെത്തിയപ്പോൾ അത് തിരിച്ചു നടന്നല്ലോ. ലോകർക്ക് മുഴുവനും അങ്ങ് കാരുണ്യമാണല്ലോ, സ്നേഹമാണല്ലോ, ഔദാര്യമാണല്ലോ. അതൊരു സിംഹമാണെങ്കിലും മറ്റു ജീവികളാണെങ്കിലും അതേതന വസ്തുക്കളാണെങ്കിലും സർവ്വതിനും മുത്തുനബി അനുഗ്രഹമാണല്ലോ. ആ നിലക്കുള്ള നേതാവല്ലേ. ഓ സഹോദരങ്ങളെ, ഹബീബിനെ നമ്മൾ മുറുകെ പിടിച്ചാൽ പിന്നെ നമ്മളേതിനെയും പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. നമുക്ക് സർവ്വയിടങ്ങളിലും സംരക്ഷണം ഒരുക്കുന്ന നേതാവാണ്. ഈ ഉമ്മത്തിനോടുള്ള പ്രതികരണം അങ്ങനെയാണ്. അഹല്ല ഉമ്മതഹു ഫി ഹറസി മില്ലതിഹി കല്ലൈതി ഹല്ല മഅൽ അശ്വാലി ഫി അജമി. ചെല്ലിയ പരിസരത്തോടെ ഒരു സ്വലാത്ത് മൗലായ ഒരു സിംഹം അതിന്റെ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണത്തിന് ജടവിരിച്ചിരിക്കുന്നത് പോലെ ഈ ഉമ്മത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ജാഗ്രത കാണിച്ചിരിക്കുന്നവരാണ് സയ്യിദുൽ അബ്റാർ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ തങ്ങളിലേക്ക് കൽബ് ചേർത്ത് നമ്മളൊന്ന് മദീനയിലേക്ക് സഞ്ചരിച്ചാൽ നമ്മുടെ കൽബ്
കൽബൊന്ന് വൃത്തിയാകും. അത് കുറിച്ചിട്ടാണ് ഈ സഞ്ചാര വഴിയിൽ നമ്മൾ പുറപ്പെട്ടത്. നിങ്ങൾ ഒന്നുകൂടെ ആലോചിക്കണേ, ഇത് മദീനയിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്ന സദസ്സ് കൂടെയാണ്. മുത്തുനബി തന്നെ പറഞ്ഞ വാചകം വെച്ച് നമുക്ക് ബോധ്യപ്പെടുമല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നലില്ലാഹി മലായികതൻ സയ്യാഹീന ഫിൽ അർളി. അല്ലാഹുവിന് പ്രത്യേകമായ ചില മലായികത്തുകളുണ്ട്. ആ മലായികത്തുകളെ പണി എന്താണ്? അവര് ഭൂമിയിൽ മുഴുവനും ഇങ്ങനെ വിഹരിക്കലാണ്, എല്ലായിടങ്ങളിലും സഞ്ചരിക്കലാണ്. വെന്നിയൂരിന്റെ ഓരത്ത് മാത്രമല്ല, കേരളത്തിന്റെ മണ്ണിൽ മാത്രമല്ല, ഇന്ത്യയുടെ ഭൂമികയിൽ മാത്രമല്ല, അമേരിക്കയുടെ ഓരങ്ങളിൽ മാത്രമല്ല, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യേകം മലായികത്തുകളുണ്ടല്ലോ. ആ മലായികത്തുകളുടെ ഡ്യൂട്ടി സഞ്ചാരമാണ്. അവരിവിടെയും സഞ്ചരിച്ചെത്തുമല്ലോ, സംശയം ആവശ്യമില്ലല്ലോ. അവരെന്തിനാ സഞ്ചരിക്കുന്നറിയോ? അതേ മുത്തുനബി തന്നെ പറയട്ടെ, യുബല്ലിഗൂനി മിൻ ഉമ്മതി അസ്സലാം. കൽബ് തരണേ, ആത്മാവ് തരണേ. വേറെ ഒരു ചിന്തയിലേക്കും നിങ്ങൾ പോകല്ലേ, ഒരാലോചനയും മനസ്സിൽ വരല്ലേ. പരിസരത്തെന്ത് നടന്നാലും അത് നിങ്ങളിൽ ശ്രദ്ധ അതിലേക്ക് തിരിയല്ലേ. പൂർണ്ണമായി ഒരു കണക്ഷനിലേക്ക് ബന്ധിക്കൂ. എന്തിനാണെന്നറിയോ? ഹബീബിനോടുള്ള ആദരവാണ്, അതവാണ്. ഈ സദസ്സ് ചില്ലറ സദസ്സല്ല, അതെന്റെ യോഗ്യതയല്ല, നമ്മുടെ യോഗ്യതയല്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ യോഗ്യത മാത്രമാണ്. സഞ്ചാര വഴിയിൽ ഈ സദസ്സിലേക്കും ആ മലായികത്തുകൾ വന്നെത്തുമ്പോ നമ്മളിവിടെ തൊട്ട് മുന്നേ ചെല്ലിയില്ലേ, മൗലായ സ്വല്ലി വസല്ലി ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അതേ നമ്മുടെ രക്ഷിതാവിനെ പോലെ കാണുന്ന, നമ്മുടെ അഭയകേന്ദ്രമാകുന്ന മുത്തുനബിയിലേക്ക് സ്വല്ലി വസല്ലിം. സ്വലാത്തിന്റെ വാചകവും സലാമിന്റെ വാചകവും ആ വരിയിൽ ഉൾച്ചേർന്നല്ലോ. അത് നമ്മൾ വിട്ടത് വെറുതെയാണോ, അലസമാണോ? എങ്കിൽ അത് മോശമായി പോയി. അതല്ല, നമ്മൾ അതിനെ സ്നേഹാദരവോടെയാണോ, അതവോടെയാണോ, മഹബത്തോടെയാണോ? പ്രതീക്ഷയുണ്ട്. യുബല്ലിഗൂനി മിൻ ഉമ്മതി അസ്സലാം. എന്റെ ഉമ്മത്തിൽ നിന്ന് എനിക്ക് പറഞ്ഞേക്കുന്ന സലാമിന് എന്നിലേക്ക് എത്തിക്കാനുള്ള ഡ്യൂട്ടി മാത്രം കൊടുത്തുകൊണ്ടുള്ള മലായികത്തുകളാണ് ഈ ഭൂമി ലോകത്തിന്റെ നാനാ തുറകളിലേക്കും സഞ്ചരിക്കുന്നത് കേട്ടോ. ഉമ്മവന്മാരെ, കൽബിൽ നിന്ന് വേണ്ടാത്ത ചിന്ത മാറ്റൂ. ചെറുപ്പക്കാരാ, മൊബൈലിൽ നിന്ന് കണ്ണെടുക്കൂ, കൽബെടുക്കൂ. വരട്ടെ ഇലൽ മദീന. മുത്തുനബിയുടെ മദീനയിലേക്ക് വന്നാലോ നമ്മളെ മനസ്സ്, നമ്മുടെ വാചകത്തെ, നമ്മുടെ സലാമിനെ അവിടേക്ക് കണക്ട് ചെയ്യപ്പെട്ട് കിട്ടിയാലോ എന്നെ അവിടുന്ന് ഹബീബ് അറിയുമല്ലോ, നമ്മെ എല്ലാവരെയും അറിയുമല്ലോ. എങ്കിൽ ഈ സദസ്സ് മദീനയുടെ മുന്നിൽ നിൽക്കുന്ന സദസ്സല്ലയോ, ഹബീബിന്റെ മുന്നിലുള്ള സദസ്സല്ലയോ? അതിനോടുള്ള ആദരവല്ലേ നമ്മൾ കാണിക്കേണ്ടത്? അവിടുത്തെ അറിഞ്ഞാരെ അങ്ങോട്ട് ചെല്ലുന്നുവോ അവരെ രക്ഷപ്പെടാതിരിക്കും.
മരിക്കൂല. അവര് ദുനിയാവിലും രക്ഷപ്പെടും, ആഖിറത്തിലും രക്ഷപ്പെടും. വരുമോ കാഴ്ച കാണാനൊന്ന് പോയി നോക്കാം. മദീനയിലേക്കുള്ള സഞ്ചാരമല്ലേ. 2 വ്യക്തികളെ മാത്രമേ ഈ സദസ്സിൽ എനിക്ക് പറയാൻ കഴിയൂ. അതിനെ സമയമുണ്ടാകോ. ഒന്നാമത്തെ വ്യക്തി ആരാണ്? അത് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ്. മക്കക്കാരനല്ല, മദീനത്തുകാരനുമല്ല, അയാൾ പേർഷ്യക്കാരനാണ്. ആ പേർഷ്യക്കാരനായ സൽമാൻ എന്നവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞു, പരിചയിച്ചു. എങ്ങനെയാ പരിചയിച്ചത്? പ്രവാചകരെ നേരിട്ട് കേട്ടിട്ടല്ല, അവിടുത്തെ അനുയായികളെ കണ്ടുമുട്ടിയത് കൊണ്ടുമല്ല. പിന്നെ എന്താണ്? അദ്ദേഹം ഒരു ജൂതനായ വിശ്വാസിയാണ്. ആ മതത്തിൽ നല്ല ഉറച്ച നിലപാടുള്ളയാളാണ്. തൗറാത്ത് നിരന്തരം വായിക്കുന്നയാളാണ്. ആ തൗറാത്തിന്റെ പഠനത്തിന് വേണ്ടി അന്നുള്ള പുരോഹിതന്മാരുടെ സവിധത്തിൽ യാത്ര നടത്തിയ വ്യക്തി കൂടെയാണ്. ആ യാത്രയുടെ വഴിയിൽ തൗറാത്തിന്റെ താളുകളിൽ നിന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൽമാൻ എന്നവർ പരിചയിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവിടുത്തെ ഉമ്മത്തുകൾക്ക് മാത്രമല്ല അറിവുള്ളത്, കഴിഞ്ഞുപോയ സമുദായത്തിന് മുഴുവനും അറിവുണ്ട്. നമുക്കും അവർക്കുമുള്ള അറിവ് അത് പരിമിതമല്ല. നമുക്ക് നമ്മളെ വല്യപ്പ എപ്പോഴാണ് ജനിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ കഴിയൂല. ആ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ആ വല്യപ്പ മരിച്ചിട്ട് 30-40 വർഷമായിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ അതിന്റെ ഇപ്പുറത്തേ ആയിട്ടുള്ളൂ. നമ്മളോട് ചേർന്ന് ജീവിച്ചു പോയ ആ മനുഷ്യന്റെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് അറിയില്ല. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തേക്ക് ജനിച്ച ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ അബ്റാർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിന്റെ ദിവസത്തെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമല്ല, സമയത്തെ കുറിച്ച് പോലും നമ്മളെപ്പോഴാ ജനിച്ചെന്ന സമയം നമുക്ക് നിശ്ചയില്ല. ഉമ്മാനോട് ചോദിച്ചു നോക്കിയാലും ചിലപ്പോ 36 ഓർമ്മ ഉണ്ടാവൂല. നമ്മൾ ജനിച്ച സമയത്തെ കുറിച്ച് തന്നെ നമുക്ക് ധാരണയില്ല. എന്നാൽ ലോകാനുഗ്രഹിയായ പ്രിയപ്പെട്ട പ്രവാചകരുടെ ജന്മത്തിനു സാക്ഷിയായ സമയം ഏത് എന്ന് ചോദിച്ചാൽ ഏത് 2ാം ക്ലാസ്സിലെ കുട്ടിയും പറയും, ഏത് 4 വയസ്സുള്ള മകനും പറയും, മകളും പറയും. അത് റബീഉൽ അവ്വൽ 12 സുബഹിയോടടുത്ത സമയമാണ് എന്ന് പറയാത്ത മക്കൾ പോലുമില്ല. അറിവിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഞാൻ. മുത്തുനബി എവിടെയാണ് ജനിച്ചത്, എവിടെയാണ് വഫാത്തായത്, സഞ്ചാര വഴികൾ എന്താണ്, ഇതെല്ലാം നമുക്കറിയാം. അതുകൊണ്ടാണ് സ്വന്തം മക്കളെ അറിയുന്നതിനേക്കാൾ ആ മുത്തുനബിയെ അറിയുമെന്ന് ഖുർആനിന്റെ പരാമർശമുള്ളത്. ഞാനത് വിശദീകരിക്കുന്നില്ല. എന്റെ ഇന്നത്തെ സംസാരത്തിൽ അതിലേക്ക് പോകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അറിയും, എന്നാൽ നമ്മൾ അവിടുത്തെ സമുദായമായതുകൊണ്ട് അറിഞ്ഞതാണ് എന്നാണോ നിങ്ങളെ വിചാരം? അല്ല. പ്രവാചകരുടെ ജന്മത്തിന് മുമ്പേ ലോകത്തിന്റെ തുടക്കം മുതൽ അത്രയും കാലം കടന്നു വന്ന സമുദായമില്ലേ, ആ സമുദായങ്ങൾക്ക് അഖിലവും ഹബീബ് ജനിക്കുന്ന ഇടവും പാർക്കുന്ന സ്ഥലവും അവിടുത്തെ കുടുംബ മഹിമയും പേരിന്റെ വൈശിഷ്ട്യങ്ങളും ഇതെല്ലാം അറിവുണ്ടല്ലോ. ആ അറിവിന്റെ ഒരു അനുഭവമാണ് സൽമാൻ തങ്ങളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. തൗറാത്തിന്റെ അതേ തൗറാത്തിന്റെ പേജുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അറിയുകയാണ് ഒരു പ്രവാചകനെ. ആ അറിവ് ചെറിയ അറിവല്ല, വിശാലമായ അറിവാണ്. അപ്പോഴാണ് പുരോഹിതന്മാരോട് ചോദിച്ചത്, ആ പ്രവാചകനെ ഒന്നെനിക്ക് കാണണമല്ലോ, അതിന്റെ ദിശ എനിക്ക് പറഞ്ഞു തരുമോ? ആ സമയത്ത് പുരോഹിതന്മാര് പറഞ്ഞു തരാം, ഈ തപ്പനമരമുള്ള നാട്ടിലാണ് അവരുടെ ജീവിതമെന്ന്. ബനു ഇസ്രാ ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ സൈത്തൂൻ മരങ്ങൾ കൂടുതലുള്ള നാടാണ് അന്ന്. ഇന്ന് കാലം മാറിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഈത്തപ്പന കൊണ്ടൊന്ന് ഒഴിച്ചിടുന്നുണ്ടാകും. പക്ഷേ അന്നത്തെ കാലത്ത് ആ നാടുകളിലുള്ള യഥേഷ്ടമുള്ള മരം അതാണ്.
എന്നാൽ മക്കയിൽ മദീനയിലോ ഈത്തപ്പനയാണ്. ആ കാലഘട്ടത്തിലാ പറയുന്നത്. ഇന്ന നാട്ടിലാണ് ഈത്തപ്പനയുടെ നാട്ടിലാണ് വരുന്നത്. അങ്ങനെ വരുന്ന പ്രവാചകൻ, ആ പ്രവാചകനെ കുറിച്ച് പുരോഹിതന്മാര് പറഞ്ഞു കൊടുത്തപ്പോ സൽമാന് തങ്ങളെ മനസ്സിലാഗ്രഹം, കണ്ടേ പറ്റൂ, അറിഞ്ഞേ പറ്റൂ, അനുഭവിച്ചേ പറ്റൂ. അപ്പൊ പിന്നെയും നിലവിലുള്ള പുരോഹിതന്റെ അടുക്കൽ നിന്ന് അടുത്ത പുരോഹിതനിലേക്ക് ആ സഞ്ചാരം ദീർഘമാണ്. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 1 മാസമല്ല, 2 മാസമല്ല, ദീർഘമായ മാസങ്ങളുടെ സഞ്ചാരമാണ്. ഇതെവിടേക്ക് തുടങ്ങിയ സഞ്ചാരമാണ്? ഇത് മുത്തുനബിയിലേക്ക് തുടങ്ങിയ സഞ്ചാരമാണ്. ഹബീബിനെ തേടിയുള്ള യാത്രയാണ്. ആ യാത്രയുടെ കൂടെ നമ്മളൊന്ന് നിന്ന് കൊടുത്താലോ, ആ യാത്രയുടെ വിശേഷങ്ങളൊന്ന് നല്ല നമ്മൾ അറിഞ്ഞാലോ, അതിലൂടെ നമുക്ക് ഹബീബിനെ അറിയാമല്ലോ. മദീനയിലേക്ക് സഞ്ചരിക്കുന്നവർക്ക് ലഭിക്കാനുള്ളതിനെ കുറിച്ചുകൂടെ നമുക്കൊന്ന് അനുഭവിക്കാമല്ലോ. പേർഷ്യയിൽ നിന്ന് പുറപ്പെട്ടു 3 പുരോഹിതന്മാരുടെ സബിതത്തിൽ ദീർഘമായ നാളുകൾ പഠനത്തിന് വേണ്ടി തങ്ങിയിട്ട് അവസാനമുള്ള പുരോഹിതനോട് എനിക്ക് ആ പ്രവാചകനെ ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചപ്പോ ആ പുരോഹിതൻ പറഞ്ഞു, ഞാൻ അവശേഷിച്ചു കൊള്ളണമെന്നില്ല. തന്റെ ലോകത അവസാനത്തിനോടടുക്കുന്ന ഘട്ടത്തില് ഈ സൽമാന് തങ്ങളെ വിളിച്ചിട്ട് പറയുന്നു, മോനെ, നിനക്കൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. പോകേണ്ട ഇടം ഇവിടെയാണ്. സഞ്ചാര വഴികളെ കൃത്യമായി കൊടുക്കുകയാണ്. അതെവിടേക്കാണ് ദിശ കാണിച്ചത്? മദീനയുടെ മരുഭൂമിയിലേക്കാണ്, മരുപ്പറമ്പിലേക്കാണ്. മോനെ, നിനക്ക് അവിടെ ഒന്ന് എത്തിപ്പെടാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ആ പുരോഹിതൻ വഴി നിർദ്ദേശിച്ചു കൊടുത്തപ്പോൾ കാത്തിരിക്കുകയാണ്. എനിക്ക് പോകണം ആ മദീനയിലേക്ക്, ചെന്നു ചേരണം ആ മദീനയിലേക്ക്. വരാനിരിക്കുന്ന പ്രവാചകനെ ഒന്ന് പുൽകണം മദീനയിൽ ചെന്നിട്ട്. അപ്പോഴാണ് അറിയുന്നത് ഒരു കച്ചവട സംഘം ആ വഴിയിലൂടെ വരുന്നുണ്ടെന്ന്. അവർ അറബ് സഹോദരങ്ങളാണെന്ന്. അവരിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ മദീനയിലെത്തിക്കുമോ? യഥ്രിബിന്റെ മണ്ണിലേക്ക് എത്തിക്കുമോ? എന്റെ കയ്യിലുള്ളതെല്ലാം നിങ്ങൾക്ക് തരാം. അവരത് മുഴുവനും വാങ്ങി. അങ്ങനെ വാങ്ങിയിട്ട് കൂടെ കൂട്ടിയിരിക്കുകയാണ്. അതേ, ഞങ്ങൾ എത്തിച്ചോളാം എന്നാണ് പറയുന്നത്. ആ കച്ചവട സംഘം സൽമാൻ എന്നവരെയും കൂട്ടിയിട്ട് വന്നു ജസീറത്തുൽ അറബിലേക്ക്, മദീനയിലേക്ക്. ആ മദീനയിലേക്കുള്ള വരവൊന്ന് കാണൂ. ആ കാഴ്ചയിൽ നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കണം. സൽമാന് തങ്ങൾ വരുന്ന ആ സമയത്തുള്ള മദീനയില്ലേ, ആ മദീനയിൽ അപ്പോൾ മുത്തുനബിയില്ല. മുത്തുനബിയില്ലാത്ത മദീനയിലാണ്. അങ്ങനെയൊരു കാലത്താണ് സൽമാന് തങ്ങൾ വരുന്നത്. അന്ന് വിശ്വാസിയുമല്ല. പൂർവഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചെടുത്തപ്പോൾ അനുരാഗത്തിന്റെ മനസ്സ് വന്നു. അറിയണമെന്ന് ആഗ്രഹമായി, അനുഭവിക്കണമെന്ന് ആഗ്രഹമായി, അവരെ ഒന്ന് കണ്ട് കാര്യം ബോധ്യപ്പെടണമെന്ന ചിന്തയായി. ആ ചിന്തയിലാ വന്നത്. ഈ അറബ് സഹോദരങ്ങളോടൊപ്പം സഞ്ചരിച്ച് അവസാനം അതായെത്തിയപ്പോൾ ഇവരെവിടേക്കാണ് സൽമാന് തങ്ങളെ കൊണ്ടുപോയതെന്നറിയോ? അടിമച്ചന്തയിലേക്കാണ്. അടിമകളെ വിൽക്കുന്ന മാർക്കറ്റിൽ കൊണ്ടുപോയി. സൽമാന് തങ്ങൾ അത്ഭുതപ്പെട്ടു. എന്താപ്പത്? ഞാനുള്ളതെല്ലാം അവൾക്ക് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് എന്നെ കൊണ്ടുവന്നതല്ലേ? ഇതെന്താ അടിമ കച്ചവടം നടക്കുന്ന ചന്തയിലേക്ക് കൊണ്ടുപോകുന്നു? അപ്പൊ അന്വേഷിച്ചു. അപ്പൊ പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ വിളിക്കാൻ പോവാണ്. കാരണം ആരുമില്ല, കൂടെ ആരുമില്ല, ചോദിക്കാൻ ആളുമില്ല. അതുകൊണ്ട് സൽമാൻ തങ്ങളെ നേരിട്ട് അടിമ മാർക്കറ്റിൽ കൊണ്ടുപോയി.
അതേ കൊണ്ടുവന്നയാള് വിറ്റുകളഞ്ഞു. ഇത് തിരിച്ചറിഞ്ഞപ്പോ സൽമാൻ തങ്ങൾ ഓടിയോ? രക്ഷപ്പെടാൻ ശ്രമിച്ചോ? ഇല്ല, രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല. എനിക്ക് അതാ ആ ഹബീബിനെ ഒന്ന് കാണാൻ ഇവിടെ നിന്ന് പറ്റിയെങ്കിൽ ഞാൻ അടിമയായിക്കോളാം. അടിമത്വവും എനിക്ക് പ്രശ്നമല്ല. അബദുക്കൽ മിസ്കീനു യർജു ഫളകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ളന്നി യാ ബശീറു യാ നദീറു. ഒരു സലാം പറഞ്ഞോളൂ. യാ നബി സലാം അലൈക്കും യാ റസൂൽ യാ ഹബീബ് സലാം അലൈക്കും സ്വലവാതുല്ലാഹ് അലൈക്കും. അതേ ഹബീബിലേക്ക് സലാം പറഞ്ഞതാണ്. സൽമാൻ തങ്ങളെ ഓർമ്മിച്ചപ്പോൾ നമ്മൾ പാടി പറഞ്ഞു പോയതാണ്. മുത്തുനബിയെ കാണാൻ ഞാൻ അടിമയാകണോ? അതുമായിക്കോളാം. അബ്ദുൽ മിസ്കീനു യർജു. അതേ മുത്തുനബിയുടെ അടിമയാകാൻ വിശ്വാസികൾക്ക് പ്രയാസമുണ്ടോ? പ്രതിസന്ധിയുണ്ടോ? ഇല്ലല്ലോ. ആ നിലക്ക് അടിമത്തം സ്വീകരിക്കുന്നു. വേണമെങ്കിൽ തിരിച്ചു പോകാം. പോയില്ല. മദീനയിൽ അടിമയായി ജീവിക്കുന്നു. എല്ലാ ദിവസവും അന്വേഷിക്കും ആ ഹബീബ് വരുന്നുണ്ടോ, മുഹമ്മദ് എന്ന പ്രവാചകൻ എത്തുന്നുണ്ടോ. ഈ അന്വേഷണമാണ്. തോട്ടത്തിലുള്ള പണിയാണ്. ഈന്തപ്പനയുള്ള നാട്ടിലേക്ക് പോകണമെന്നല്ലേ പറഞ്ഞത്? ആ നാട്ടിലെത്തിയപ്പോ കിട്ടിയ പണിയോ ഈന്തപ്പന തോട്ടത്തിൽ, ആ തോട്ടത്തിന്റെ പരിപാലനമാണ്. സൽമാൻ തങ്ങൾ അങ്ങനെ നിർവഹിക്കും. എല്ലാ ദിവസവും തിന്നാനും കുടിക്കാനും യജമാനൻ കൊടുക്കും. അങ്ങനെ ജീവിച്ചു പോകുമ്പോ എല്ലാ ദിവസവും അന്വേഷിക്കും. ആ മദീനയിലെത്തിയ ആ പ്രിയപ്പെട്ട സഹോദരൻ അന്വേഷിക്കും, പ്രവാചകരെത്തിയോ. എല്ലാ ദിവസവും ഇങ്ങനെ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കും. ഒരു ദിവസം തോട്ടത്തിൽ പണിയെടുക്കുമ്പോൾ സൽമാൻ തങ്ങൾ എവിടെയാണുള്ളത്? ഈന്തപ്പനയുടെ മുകളിലാണുള്ളത്. അതിന്റെ പരിപാലനത്തിന് വേണ്ടി കയറി നിന്നതാ. അങ്ങനെ കയറി അതിന്റെ പരിപാലനം നിർവഹിക്കുമ്പോൾ അപ്പോഴതാ യജമാനൻ ആ തോട്ടത്തിലുണ്ട്. ആ യജമാനൻ ഗൗരവക്കാരനാണ്. ആ ഗൗരവക്കാരനായ യജമാനന്റെ സവിധത്തിലേക്ക് ഒരാൾ അതിവേഗത്തിൽ വരികയാ. ആ വരവ് കണ്ടപ്പോ സൽമാൻ തങ്ങളൊന്ന് ശ്രദ്ധിച്ചു. സാധാരണയുള്ള വരവല്ല. ആ വരവിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. എന്തായിരിക്കും ആ ആഗതൻ വന്നതിന്റെ കാര്യം എന്ന ആലോചനയാണ് അപ്പോൾ സൽമാൻ തങ്ങളുടെ മനസ്സിലുള്ളത്. കാരണം സർവസന്ദർഭങ്ങളിലും ഹബീബാണ്. മുത്തുനബിയെ അറിയാനുള്ള ത്വരയാണ്, അനുഭവിക്കാനുള്ള ജിജ്ഞാസയാണ്. അത് മാത്രം കൽബിൽ പേറിയിട്ടാണ് അടിമത്തത്തെ സ്വീകരിച്ചത്. അങ്ങനെയുള്ള മഹാനവറുകൾ ഈ മനുഷ്യന്റെ വരവ് കണ്ടപ്പോ ഒന്ന് ശ്രദ്ധിച്ചു. ശ്രദ്ധിച്ചപ്പോൾ അവരെന്തോ കാര്യമായ സംസാരത്തിലാണ്. കാത് കുളിർപ്പിച്ച് കേൾക്കാൻ ശബ്ദം പതിഞ്ഞതാണ്. അത്ര വ്യക്തമല്ല. ശ്രദ്ധിച്ചിങ്ങനെ കേട്ടപ്പോ അതേ തൊട്ട് പരിസരത്താണ് അവരിയ്ക്കുന്നത്. ആ ഇരുത്തത്തിന്റെ ഇടയിൽ സംസാരത്തിന്റെ വടിയിൽ കേട്ടു ആരോന്ന് വരുന്നതിനെ കുറിച്ചാ പറയുന്നത്. ആരോ വരുന്നുണ്ട് ഈ മദീനയിലേക്ക്. ഇതിനെ കുറിച്ചാണ് പറയുന്നത്. മനസ്സിലായി. കൂടുതൽ ഡീറ്റെയിൽ ഒന്നും മനസ്സിലായില്ല. ആരോ വരുന്നതാണ് എന്നറിഞ്ഞപ്പോ സൽമാൻ തങ്ങളുടെ മനസ്സിൽ മുഴു സമയവും മുത്തുനബിയല്ലേ, അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയായിരിക്കും എന്ന് വിചാരിച്ച് പിന്നെ എല്ലാം മറന്നുപോയി. ഈന്തപ്പനയുടെ മുകളിൽ നിന്ന് ഒരൊറ്റ ഇറക്കാം. എന്നിട്ട് യജമാന്റെ അടുക്കലേക്ക് പോയി ചോദിച്ചു, അല്ല ആരാണ് വരുന്നത്? അപ്പൊ യജമാനെ പിടിച്ചില്ല.
കാരണം പണിയെടുക്കാൻ വേണ്ടി പറഞ്ഞിരിച്ചത്. പിന്നെ എന്റെ അടുക്കൽ വന്നിട്ട് ഇത് ചോദിക്കല്ലോ വേണ്ടത്. വളരെ ഗൗരവത്തോടെ ദേഷ്യത്തോടെ സൽമാൻ തങ്ങളെ അവിടെ നാട്ടിയെന്ന് പറഞ്ഞിരിച്ചു. ആ യജമാനൻ സൽമാൻ തങ്ങളെ മനസ്സിന് വേദനയില്ല, ഞാനിത് അനുഭവിച്ചോളാം, വരുന്ന ആഗതൻ ആരാണെന്ന് എനിക്ക് അറിഞ്ഞാൽ മതി, അതേ വേണ്ടുള്ളൂ. ആ ഒരു വാചകം കേട്ടപ്പോ യജമാനെ അംഗീകരിക്കുക എന്നുള്ള അർത്ഥത്തിൽ സൽമാൻ തങ്ങൾ തിരിച്ചുപോയി പണിയിൽ വ്യാപൃതമായി. ജോലിയൊക്കെ കഴിഞ്ഞു. സൽമാൻ തങ്ങൾ മെല്ലെ ഇറങ്ങുകയാണ്, ആളുകളോട് അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലായത് വന്നയാഗതൻ പറഞ്ഞ കാര്യം അത് മറ്റൊന്നുമല്ല, ഈന്തപ്പനയുടെ നാടായ മദീനയുടെ വിശുദ്ധമായ മരുപ്പറമ്പിലേക്ക് ലോകാനുഗ്രഹിയായ പ്രിയപ്പെട്ട പ്രവാചകരുടെ പ്രൗഢമായ വരവിനെ കുറിച്ചുള്ള അറിയിക്കലാണത്. മദീന നിവാസികൾ കാത്തു നിൽക്കുന്നത് കാലങ്ങളോളമായി. ആ കാത്തിരിപ്പിന് അറിതു വരികയാണെന്ന വിവരമാണ് ലഭിച്ചത്. ആ വിവരമാണ് സൽമാൻ തങ്ങളും അറിയുന്നത്. പ്രൗഢമായ വരവേൽപ്പിന് മദീനയുടെ മരുപ്പറമ്പ് ഒരുങ്ങി നിൽക്കുന്നതിന്റെ കാഴ്ചയാണ് അവിടെയുള്ളത്. അത് കാണാൻ സൽമാൻ തങ്ങൾക്ക് പോകാൻ പറ്റൂല. മുത്തുനബി എത്തിയെന്നറിഞ്ഞു. മനസ്സിൽ പിന്നെ വല്ലാത്ത ആഗ്രഹമാണൊന്നു കാണണം, ഒന്നു കാണണം, അവിടുത്തോടൊന്ന് സംവദിക്കണം. ഈ കൊതിയാലെ അവസരത്തിന് കാത്തു നിൽക്കുന്നു. ദിവസങ്ങൾ കുറച്ചെങ്ങനെ കഴിഞ്ഞു പോകുന്നു. നിങ്ങളാ സൽമാൻ തങ്ങളോടുകൂടെ മുത്തുനബിയെ കാണാൻ വരുമോ? നല്ല സൗന്ദര്യമുള്ള വ്യക്തിയാണ് സൽമാൻ തങ്ങള്. അതാ ഒരു ദിവസം ജോലിയൊക്കെ കുറച്ച് നേരത്തെ ഒന്ന് കഴിഞ്ഞപ്പോ യജമാനൻ എന്തു ചെയ്തു? സൽമാൻ തങ്ങൾക്ക് കഴിക്കാനുള്ള ഈത്തപ്പഴം കൊടുത്തു. ആ ഈത്തപ്പഴം കിട്ടിയപ്പോ സൽമാൻ തങ്ങൾ വേഗം അത് കഴുകി വൃത്തിയാക്കി നല്ല നിലക്ക് അതിനെ അതാ ശേഖരിച്ച് സംവിധാനിച്ചു കയ്യിൽ പിടിച്ചു. ഇതെന്തിനുള്ള ഒരുക്കമാണ്, എന്തിനു വേണ്ടിയുള്ള പുറപ്പാടാണ്? ഹബീബിനെ കാണാനും പൂതി വെച്ച് കാത്തു കഴിയുന്നവനെയാണ്. സഞ്ചാര വഴികൾ എത്രയോ താണ്ടിയെത്തിയതാണ്. സ്വജീവിതത്തിൽ അടിമത്തത്തെ പോലും ഏറ്റുവാങ്ങേണ്ടി വന്നതാണ്. ആ അനുയായിക്ക് അവസരം കിട്ടിയപ്പോൾ മെല്ലെ ഒന്ന് ചെന്നു നോക്കിയല്ലോ, അന്വേഷിച്ചു പോയല്ലോ. അപ്പോൾ അറിഞ്ഞു അവിടുന്ന് ബഖീ എന്ന സ്ഥലത്തുണ്ട്. അറിഞ്ഞ പാടെ മെല്ലെ ചെന്നു സൽമാൻ തങ്ങളെ ഹബീബിന്റെ ചാരത്ത് കൽബ് കൊണ്ട് വല്ലാതെ അനുഗ്രാതെ സ്നേഹത്തോട് ആ ഹബീബിന്റെ സവിധത്തിൽ ചെന്നിട്ട് നോക്കി നിന്നപ്പോൾ ആലോചിച്ചില്ല. കയ്യിൽ സൂക്ഷിച്ച ഈത്തപ്പഴം സൽമാൻ തങ്ങളെ മുത്തുനബിക്കങ്ങ് കൊടുത്തിട്ട് പറഞ്ഞു, ഇതങ്ങേക്കു സദഖയാണ്. ദൈവം വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? സ്വഹാബാക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ കഴിച്ചോളൂ. മുത്തുനബി കഴിച്ചില്ല. മുത്തുനബി കഴിച്ചില്ല. സൽമാൻ തങ്ങൾ അത് കണ്ടു, തിരിച്ചു നടന്നു.
പിറ്റേ ദിവസമായി ജോലിയെല്ലാം ചെയ്തു. അതെല്ലാം കഴിഞ്ഞതിനു ശേഷം വീണ്ടും ഇന്നലെ പോലെ തനിക്ക് കഴിക്കാനുള്ള ഈത്തപ്പഴത്തെ വൃത്തിയാക്കി കയ്യിൽ പിടിച്ചിട്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്കാണ്. ആ നടത്തം വല്ലാത്തൊരു നടത്തമാണ്. ആ സമയത്തുള്ള മനസ്സോ വല്ലാത്ത മനസ്സാണ്. നിങ്ങളൊന്ന് കൽബുകൊണ്ട് ആലോചിച്ചു നോക്കൂ. അതേ ഇന്നലെ പോലെ എന്നും ബക്കയിൽ തന്നെ നേരെ അങ്ങ് ചെന്നു ഹബീബിന്റെ കയ്യിലേക്ക്. ഇന്നലെ പോലെ ഇന്നും കയ്യിൽ സൂക്ഷിച്ച ഈത്തപ്പഴം കൈമാറി. എന്നിട്ട് ഇന്നലെ പറഞ്ഞ വാചകത്തിനു പകരം സൽമാൻ എന്നവര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇത് അങ്ങേക്കു ഹദിയയാണ്. അപ്പ ഹബീബ് അത് സ്വീകരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ഭക്ഷിച്ചു, കൂടെയുള്ളവർക്കും കൊടുത്തു. ഈ കാഴ്ച കണ്ടപ്പോൾ സൽമാൻ തങ്ങൾ പറഞ്ഞു, അതേ ഇത് ഞാൻ കാത്തിരുന്ന പ്രവാചകൻ തന്നെ. കൽബിലുള്ള ചിന്തയാണ്. ഇത് ഞാൻ കണ്ട പ്രവാചകനാണ്. കൽബ് കൊണ്ട് കണ്ട പ്രവാചകനാണ്. തൗറാത്തിൽ നിന്ന് പരിചയിച്ച പ്രവാചകനാണ്. കാരണം എന്തെന്നറിയോ? സദഖയ പ്രവാചകൻ കടിക്കൂലാന്ന് തൗറാത്തിലുണ്ട്. അതേ റസൂലുള്ളാഹിന്റെ ജീവിതം കണ്ടിട്ടല്ല പഠിച്ചത്, മനസ്സിലാക്കിയത്. മുത്തുനബി എന്ത് കടിക്കും, കടിക്കില്ല, എന്ത് സ്വീകരിക്കും, എന്ത് സ്വീകരിക്കൂല എന്ന് പോലും പൂർവകാലത്തെ സമുദായത്തിന് ബോധ്യമാകും വിധത്തില് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഹബീബിനെ കുറിച്ച് കൃത്യമായി അവർക്ക് അനുഭവിക്കാൻ, മനസ്സിലാക്കാൻ അവസരം കൊടുത്തല്ലോ. അതല്ലേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സൽമാൻ തങ്ങൾ ചിന്തിച്ചു, സദഖയ പ്രവാചകൻ കഴിക്കൂലെന്ന് തൗറാത്തിലുണ്ടല്ലോ, ഹദിയ പ്രവാചകൻ കഴിക്കുമെന്നും തൗറാത്തിലുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇന്നലെ സദഖയും എന്ത് ഹദിയയുമാക്കിയത്. ശരിയായല്ലോ. എങ്കിൽ എനിക്കൊരു കാര്യം കൂടെ അറിയണം, ഒന്നുകൂടെ കാണാൻ കൊതിയുണ്ടല്ലോ. ആ കാണാൻ കൊതിച്ച കാര്യം എന്താണെന്നറിയോ? അതും തൗറാത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. നബുവ്വത്തിന്റെ ഖാത്തിമത്ത് അവിടുത്തെ രണ്ട് ചുമലിന്റെ ഇടയിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടല്ലോ. അതുകൂടെ ഒന്ന് കണ്ടാൽ എനിക്ക് സമൃദ്ധമായല്ലോ. ഈ ചിന്തയിൽ സൽമാൻ തങ്ങൾ ഒന്ന് മാറി വലത്തോട്ടേക്ക് ഇങ്ങനെ നിന്ന് നോക്കി, പിന്നെ ഒന്ന് ഇടത്തോട്ട് വന്നിങ്ങനെ നോക്കി. ഈ നോട്ടം കണ്ടപ്പോ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിലായി. കാരണം തങ്ങളൊരു സാധാരണ വ്യക്തിയല്ല, അതേ ഒരു സാധാരണ മനുഷ്യനുമല്ല. കൽബകത്തുള്ള കാര്യത്തെ നോക്കിയറിയാം. അതിന് കഴിവുള്ള നേതാവാണ്. അവിടുത്തെ അറിവിനും പരിധിയില്ല. അതുകൊണ്ട് ഉടനെ മുത്തുനബി എന്തു ചെയ്തു എന്നറിയോ? ആ സീനെ മറച്ചു വെച്ചിട്ടാണ് തന്റെ രീത ഉള്ളത്. സൽമാൻ തങ്ങൾ ചോദിച്ചിട്ടില്ല, നോക്കാൻ കാണാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. ആ മേൽത്തട്ടത്തെ മെല്ലെ ഒന്ന് താഴ്ത്തിയിട്ട് കൊടുക്കുന്നു. താഴ്ത്തി കിട്ടിയപ്പോഴോ സൽമാൻ തങ്ങൾ ആ കാഴ്ച അങ്ങ് കണ്ടു. ആ പ്രകാശിക്കുന്ന സീല് കാണുന്നു. ഉടനെ പറഞ്ഞു, അശ്ഹദു അന്നക റസൂലുള്ളാഹ്, റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ ദൂതരു തന്നെ, സംശയം ഇല്ല എന്ന് പറഞ്ഞ അവിടുത്തോട് കൽബ് പൊട്ടി കണ്ണുനീര് പൊടിച്ച് തന്റെ
വിശ്വാസം പ്രഖ്യാപിക്കുന്നു. ആ ദിവസം മുതൽ ഹബീബിനെ എങ്ങനെയെങ്കിലും പതേ അവിടുത്തെ സവിധത്തിലാണ് സൽമാൻ തങ്ങളെ ആഗ്രഹം. പക്ഷേ അടിമയല്ലേ, അതിന് സാധിക്കൂലല്ലോ. കിട്ടുന്ന അവസരത്തില് ഹബീബിന്റെ ചാരത്ത് വരും. എന്നിട്ട് ഇങ്ങനെ ഹബീബിനോട് പലതും ചോദിച്ചു മനസ്സിലാക്കും. മുത്തുനബിക്കും വലിയ ഇഷ്ടമാണ് സൽമാൻ തങ്ങളോട്. ആ ഇഷ്ടം മനസ്സിൽ ഇങ്ങനെ വന്നപ്പോ, കാരണം തന്നെ ഇഷ്ടം വെച്ച് എത്രയോ യാത്രകൾ നടത്തി അവസാനം തന്നെ കാണണമെന്ന ഒറ്റ കൊതി കൊണ്ടാണ് അടിമത്തത്തെ വരെ സ്വീകരിച്ചത്. അങ്ങനെയുള്ള അനുയായിയോട് ഹബീബിന് അനുഗ്രഹം ഉണ്ടാവില്ലേ? തീർച്ചയായും ഉണ്ടാകും. ആ കാരുണ്യത്തിന്റെ മനസ്സ് മന്ത്രിച്ചു. ആ മന്ത്രം പുറത്തേക്ക് വന്നു. സൽമാൻ, ഒന്ന് മോചനം തേടിക്കൂടെ? തനിക്ക് വേണ്ടി അടിമയായ സൽമാൻ തങ്ങളെ ഹബീബ് തന്നെ മോചിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നു. സൽമാനെ, മോചനം തേടിക്കൂടെ? യാ റസൂലല്ലാഹ്, സാധിക്കൂലല്ലോ. കാരണം മോചനദ്രവ്യം കൊടുക്കാൻ വല്ലതും കയ്യിൽ വേണ്ടേ? ഒന്നുമില്ലാത്ത എനിക്ക് എങ്ങനെയാണ് രക്ഷപ്പെടാൻ കഴിയുക? സാധ്യമല്ല. അപ്പോഴാണ് ഔദാര്യത്തിന്റെ നിറകുടം, കാരുണ്യത്തിന്റെ വിശാലമായ മനസ്സുള്ള നേതാവ്, അനുയായികളോട് അനുരാഗം വെച്ചവരോട് സ്നേഹത്തോടെ പ്രതികരിക്കുന്ന നേതാവ്, ആഗ്രഹത്തോടെ വന്നു നിൽക്കുന്നവരെ അകലത്തേക്ക് മാറ്റി നിർത്താത്ത നേതാവ്, ആപലാദികളുള്ളവർക്ക് അത്താണിയായി വർത്തിക്കുന്ന നേതാവ്, റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സൽമാനെ, നീ യജമാനനോടൊന്ന് പോയി ചോദിക്കൂ, ബോധിപ്പിക്കുമോ? ഡിമാൻഡ് എന്താണെന്ന് ചോദിക്കൂ. അപ്പോഴാണ് പ്രതീക്ഷയുടെ മനസ്സോട് സൽമാൻ തങ്ങൾ പോകുന്നത്. അതേ, യജമാനനോട് പോയി ചോദിച്ചു, എന്നെ മോചിപ്പിക്കാമോ? കയ്യിലൊന്നുമില്ല എന്നറിയുന്ന യജമാനൻ പറഞ്ഞു, ഞാൻ മോചിപ്പിച്ചോളാം. മോചനദ്രവ്യം എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. ഒരു 300 ഈന്തപ്പനത്തൈ, 300 ഈന്തപ്പനത്തൈ, അല്ലെങ്കിൽ 100 ഈന്തപ്പനത്തൈ. അതേ, അത് നട്ടുപിടിപ്പിച്ചിട്ട് വളർത്തി വലുതാക്കിയിട്ട് അതേ ഫലം കായ്ച്ച് എനിക്ക് പറിച്ചു തന്നാൽ, ആ ഫലത്തിന്റെ അവകാശം എനിക്ക് തന്നാൽ നിന്നെ ഞാൻ മോചിപ്പിച്ചോളാം. എന്നെ മോചിപ്പിക്കാൻ മുമ്പ് ഉദ്ദേശമില്ല എന്ന് സൽമാൻ തങ്ങൾക്കറിയാം. അത് സാധിക്കാത്ത ഒരു കാര്യം പറഞ്ഞതാണ്. 2 കാര്യമുണ്ട്. ഒന്ന്, ഈ തൈയൊന്നും യഥാർത്ഥത്തിൽ സൽമാൻ തങ്ങൾക്ക് സ്വന്തമായി ഉണ്ടാവില്ല. 2, ഒരു ഈന്തപ്പനത്തൈ നട്ട് വളർന്ന് വലുതായി കായ്ക്കണമെങ്കിൽ 1 വർഷം പോരാ, 2 വർഷം പോരാ, 5 വർഷം പോരാ, 10 വർഷം പോരാ. സാധാരണഗതിയിൽ ഇത് ചിലപ്പോ എന്തെങ്കിലും എക്സ്ട്രാ വളം സംഗ്രഹിച്ച് പെട്ടെന്ന് ചിലപ്പോ കുറച്ച് പെട്ടെന്ന് തന്നാല് നമുക്ക് ഇപ്പൊ 6 കൊല്ലം കായ്ക്കെന്ന് പറയുന്ന തെങ്ങ് കിട്ടിയല്ലേ ചിലപ്പോ ചില സ്ഥലത്തൊക്കെ 6 കഴിഞ്ഞിട്ട് 8 കഴിഞ്ഞിട്ട് കായ്ക്കണില്ല. എന്നാൽ അതിനേക്കാളും അപ്പുറത്ത് ദീർഘമായ വർഷങ്ങൾ എടുക്കും ഒരു ഈന്തപ്പന വളർന്നു വലുതായി ഫലം തരാൻ. അപ്പൊ ഈ ഒരു മോചനദ്രവ്യത്തിന് വലിയ കാര്യമൊന്നുമില്ല. കാരണം അത് കഴിയുമ്പോഴേക്ക് എന്റെ ആയുസ് തന്നെ ഉണ്ടാകുമെന്ന് സൽമാൻ തങ്ങൾക്കറിയില്ല. നിരാശമായി പോയി. വിഷമത്തിന്റെ മനസ്സോട് ഒരവസരം ഹബീബിലേക്ക് എത്താൻ കിട്ടിയപ്പോൾ ചെന്നു ചേർന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ യജമാനൻ എന്നോട് പറയുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് നീ സാധ്യമല്ലല്ലോ. അപ്പൊ സൽമാൻ തങ്ങളെ അടുത്ത് വിളിച്ചിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ സൽമാനെ, നീ ടെൻഷൻ ആകണ്ട. യജമാനോട് എവിടെയാണ് നടന്നതെന്ന് ചോദിക്കൂ. ചോദിച്ചിട്ട് ആ കാണിച്ചു തന്ന സ്ഥലത്ത് നീ
ഒരു 300 കുടിയെടുക്കൂ. എത്രയാണോ നിർദ്ദേശിക്കപ്പെട്ടത് ആ നിർദ്ദേശിച്ച അത്രയും കുടിയെടുക്കൂ എന്ന് പറഞ്ഞിട്ട് സൽമാൻ തങ്ങളെ വിടുകയാണ്. മുത്തുനബിയോ മസ്ജിദുൻ നബവിയിൽ സ്വഹാബാക്കൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് ആ സ്വഹാബാക്കളോട് പറഞ്ഞു, യാ സ്വഹാബാ, നിങ്ങളെല്ലാവരും ഒരു സംഭാവന തരണം. ആ സംഭാവന എന്താണ്? നിങ്ങളെല്ലാവരും ഒരു ഈത്തപ്പന തൈ സംഭാവന തരണം. അത് സൽമാന് വേണ്ടിയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കളക്ഷനാണ്. ആ കളക്ഷൻ ഒരു മരത്തൈയാണ്. സ്വഹാബാക്കളും അതേ ഈന്തപ്പന തൈ കൊണ്ടുവന്നല്ലോ. തൈയൊക്കെ റെഡിയായി. സൽമാന് തങ്ങൾ വന്നു, യാ റസൂലല്ലാഹ്, ഞാൻ അതിനു വേണ്ട കുഴികൾ മുഴുവനും എടുത്തിട്ടുണ്ടല്ലോ. അപ്പോഴാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൽമാൻ തങ്ങളോട് മുന്നിൽ നടക്കാൻ പറഞ്ഞു. മുത്തുനബി കൂടെ നടന്നു. ഈ ഈന്തപ്പന തൈകളെടുത്തിട്ട് സ്വഹാബാക്കളും കൂടെ അങ്ങ് നടന്നു. എന്നിട്ടോ ആ തോട്ടത്തിലെ ഓരോ കുഴിയിലേക്കും ഓരോ തൈ വീതം റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കരങ്ങളെ കൊണ്ട് നട്ടുപിടിപ്പിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഉമർ തങ്ങളെ കൽബിൽ ഒരാലോചന, ഈ തൈകളെ കൂട്ടത്തിൽ ഒന്ന് ഞാൻ നട്ടാലെന്താ, അതെന്ത് സംഭവിക്കുമെന്നറിയാലോ എന്ന ചിന്തയിൽ ഒരു തൈ എടുത്തിട്ട് ഉമർ തങ്ങൾ നടന്നു. സുബ്ഹാനല്ലാഹ്, അതൊക്കെ നട്ട് തിരിച്ചു വന്നു. ആ തൈയുടെ വളർച്ചയ്ക്ക് കൂടുതൽ വർഷം വേണ്ടി വന്നില്ല, കൂടുതൽ മാസങ്ങളും വേണ്ടി വന്നില്ല. ആ ഈന്തപ്പന തൈകൾ തഴച്ചിങ്ങനെ വളരുകയാണ്. പെട്ടെന്നങ്ങ് വലുതാകുകയാണ്. കാരണം നട്ടതാരുടെ കൈകൊണ്ടാണ്, ഒരു സാധാരണക്കാരന്റെ കൈകൊണ്ടല്ല. ലോകത്ത് എത്രയോ അത്ഭുതങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തിയ നേതാവിന്റെ വിശുദ്ധമായ കരങ്ങളെ കൊണ്ടല്ലയോ. ദാഹിച്ച് പരവശരായ അനുയായികളിൽ നൂറുകണക്കിന് ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളം തന്റെ കൈകളുടെ ഇടയിൽ നിന്ന് പൊട്ടിയൊളിച്ച് വന്ന നേതാവല്ലയോ. ആ നേതാവിന്റെ വ്യക്തിവൈശിഷ്ട്യം പറഞ്ഞാൽ അവസാനിക്കുമോ? എവിടെയെങ്കിലും എത്തിച്ചേരുമോ? സമയമങ്ങ് തീരുമെന്നല്ലാതെ അതിന്റെ അപ്പുറത്തൊന്നും സംഭവിക്കൂലല്ലോ. ആ നിലക്കുള്ള ഹബീബിന്റെ കരങ്ങളെ കൊണ്ടല്ലേ ഇത് നട്ടുവെച്ചത്. അത് വളരാതിരിക്കുമോ? അത് വലുതാകാതിരിക്കുമോ? ആ വളർന്നു വലുതായ ഈന്തപ്പനത്തിലേക്ക് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ കാണുന്നത് ഈന്തപ്പനയുടെ കുലയാണ്. സുബ്ഹാനല്ലാഹ്, തന്നെ കാണാൻ കൊതിച്ച് കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് അവസാനം അടിമത്തം പോലും ഏറ്റെടുത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സൽമാൻ തങ്ങളെ മുത്തുനബി കൈയൊടിക്കുമോ? വെറുതെയാക്കുമോ? ഇല്ല ഇല്ല. ഈത്തപ്പനകളെല്ലാം കായ്ച്ചു കുലയായി. സൽമാൻ തങ്ങൾക്ക് ആവേശമായി. യജമാനന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നോട് പറഞ്ഞ കാര്യമില്ലയോ, മോചനദ്രവ്യമില്ലയോ? അത് ഞാനിതാ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇത് കേട്ടപ്പോ യജമാനന് തമാശ, ഇതെന്താ സംഭവിക്കുന്നു എന്ന ആലോചനയാണ്. ആ ആലോചന മനസ്സിൽ വെച്ചുകൊണ്ട് വരുന്നു. എവിടെയാണ്? തോട്ടത്തിലേക്കാണ് വരുന്നത്. വന്നു നോക്കുമ്പോൾ അത്ഭുതമല്ലേ. ആ യജമാനൻ പറഞ്ഞു, അതേ, ഞാനൊന്ന് എണ്ണി നോക്കട്ടെ. എണ്ണി നോക്കിയപ്പോൾ പറഞ്ഞ എണ്ണത്തിനൊന്ന് കുറവുണ്ട്. പറഞ്ഞ വാഗ്ദത്തം പൂർത്തിയാക്കിയില്ലല്ലോ സൽമാനെ.
കല്യാണത്തിന് വഴിയൊരുങ്ങിയില്ല. സൽമാൻ തങ്ങൾക്ക് മനോവ്യഥയായി. നോക്കിയപ്പോൾ ഒരു തൈ വളർന്നിട്ടില്ല. പോയില്ല ഹദറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് ചെന്നു. സങ്കടപ്പെട്ടു, യാ റസൂലല്ലാഹ്, ഒന്നും വളർന്നില്ലല്ലോ. ഹബീബ് പറഞ്ഞു, നമുക്ക് പോയി നോക്കാം. അപ്പോഴാണ് പോകുന്നത്. കൂടെ ആരുമുണ്ട്? ഉമർ തങ്ങളുമുണ്ട്. ആ പോകുന്ന പോക്കിൽ ഉമർ തങ്ങളെ കൽവിലൊരു ചിന്ത, വളരാത്ത ഈന്തപ്പനത്തൈ ഞാൻ വെച്ചതായിരിക്കുമോ? അങ്ങനെയാകുമോ? ചെന്ന് നോക്കിയപ്പോഴോ അതേ, ഉമർ തങ്ങൾ പറഞ്ഞു, ഇത് ഞാനൊന്ന് വെച്ചതാണെന്നറിയാനാണ്. ഓ സ്വഹാബാക്കളതാ അത്ഭുതത്തോടെ കണ്ടു നിൽക്കുന്നു. മുത്തുനബി അവിടേക്ക് ചെന്നിട്ട് ആ ചെറിയ തൈയൊന്ന് പിഴുതി മാറ്റുന്നു. എന്നിട്ട് വീണ്ടും അവിടെ തന്നെ നടുന്നു. നട്ട് തിരിച്ചു പോരുകയാണ്. ആ തൈ വളർന്ന് കഴിക്കാൻ അതേ ദിവസങ്ങളും വേണ്ടി വന്നില്ല. അതൊരൊറ്റയടിക്ക് വലുതായി ഫലം കാഴ്ചു പോയി. യജമാനന്റെ അടുക്കൽ സന്തോഷത്തോടെ ചെന്നിട്ട് പറഞ്ഞു, പൂർത്തിയായല്ലോ. വന്ന് നോക്കിയപ്പോൾ ശരിയാണ്. സുബ്ഹാനല്ലാഹ്. യജമാനൻ പറഞ്ഞു, നീ മോചിതനാണ്. മോചിതനാണെന്ന് മാത്രമല്ല, ആ തോട്ടത്തിന്റെ അവകാശവും സൽമാനെ നിനക്ക് തന്നിരിക്കുന്നു. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബ് കൊണ്ട് കണ്ടാൽ, ആത്മാവ് കൊണ്ട് ചേർന്നാൽ, അവിടുത്തെ മദീനയെ ലക്ഷ്യം വെച്ചാൽ, അവിടത്തേക്ക് സഞ്ചാരം നടത്തിയാൽ, അവിടത്തോട് സങ്കടപ്പെട്ടാൽ, അവിടുത്തെ കൽബിലേക്ക് കുടിയിരുത്തിയാൽ, അവിടത്തേക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ സന്നദ്ധമായാൽ, അവൻ ദുനിയാവിൽ കഷ്ടപ്പെടുമോ? ആഖിറത്തിൽ കഷ്ടപ്പെടുമോ? ഇല്ല, ഇല്ല. അതല്ലേ നമുക്ക് ബോധ്യമാകുന്നത്. ചരിത്രത്തിൽ നിന്ന് മദീനയിലേക്കുള്ള സഞ്ചാര വഴിയിൽ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്തൊരത്ഭുതമാണ്, എന്തൊരു സൗന്ദര്യമാണ്. നിങ്ങൾ ഇന്നും മദീനയിലൊന്ന് പോയി നോക്കൂ. ആ തോട്ടം ഇന്നും അറിയപ്പെടുന്നത് സൽമാനുൽ ഫാരിസി തങ്ങളുടെ പേരിലാണ്. അവിടെ ഇപ്പോൾ നവീകരണത്തിന്റെ ഭാഗമായി മാർക്കറ്റ് ആരംഭിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ പറയട്ടെ, വെള്ളത്തിന് വേണ്ടത്ര ലഭ്യതയില്ലാത്ത ഭൂമിയിൽ ഇന്നും വളരെ സുലഭമായി ആ തോട്ടത്തിൽ നല്ല സുന്ദരമായ വെള്ളം കെട്ടി നിൽക്കുന്ന അതേ ടാങ്ക് നമുക്ക് കാണാമല്ലോ. സർവ്വസമയത്തും അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുന്നതും കാണാമല്ലോ. ആ മണ്ണ് ഹബീബിന്റെ സാന്നിധ്യമുണ്ടായ മണ്ണാണ്. അതേ, തന്നെ സ്നേഹിച്ച അനുയായിക്കു വേണ്ടി ഇടപെട്ട മണ്ണാണ്. അവിടുത്തെ അമാനുഷികതയ്ക്ക് സാക്ഷ്യം വഹിച്ച മണ്ണാണ്. 2005 ഞാൻ ഹജ്ജിന് പോയപ്പോഴാണ് ആദ്യമായി ആ തോട്ടത്തിന് ഞാൻ പോയത്. അന്ന് പോയപ്പോൾ അവിടെ തോട്ടം നോക്കുന്ന ആളെ കണ്ടു. ഒരു അറബി സഹോദരനാണ്. അന്വേഷിച്ചപ്പോൾ അയാൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചോദിച്ചു, നിങ്ങൾക്ക് സൽമാൻ തങ്ങളോട് റിലേഷൻ ഉണ്ടോ, ബന്ധമുണ്ടോന്ന്. അപ്പോഴാണ് അയാൾ പറഞ്ഞത്, അവിടുത്തെ 30ാമത്തെ പേരക്കുട്ടിയാണെന്ന്. അത്രയും ദീർഘമായ കാലം ആ തോട്ടത്തിന്റെ അവകാശം വരെ ആ കുടുംബത്തിൽ തന്നെ നിക്ഷിപ്തമാകും വിധത്തിൽ അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് അനുഗ്രഹം ലഭിച്ച അനുയായിയാണ്. അനുരാഗം കൽബിൽ വെച്ചയാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അടുത്ത കാലത്ത്
കാലത്ത് അതിനൊക്കെ മാറ്റം വന്നു എന്നതൊരു വേറെ കാര്യമാണ്. ഞാൻ അത് പറയുകയല്ല. ഞാനിതെന്തിനാ സൂചിപ്പിച്ചത്? ഈ മജ്‌ലിസിൽ വെച്ച് മദീനയോട് സംവദിക്കാനും ഹബീബിലേക്ക് ചേരാനും പാപഭാരമുള്ള ആത്മാവിന്റെ കറകളൊന്ന് കഴുകി വൃത്തിയാക്കപ്പെടാനും മുത്തുനബിയെ ലക്ഷ്യം വെച്ച് സഞ്ചരിക്കുമ്പോൾ നേരിട്ട് ചെല്ലാനുള്ള യോഗ്യത എനിക്കില്ല, നമുക്ക് പലർക്കുമില്ല. എന്നാൽ യോഗ്യതയുള്ള ചില ആളുകളെ മുന്നിൽ നിർത്തിയിട്ട് അവരെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് അവരെ പിന്നാലെ നമ്മളൊന്ന് സഞ്ചരിച്ചാലോ നമുക്ക് ആ ഹബീബിനെ അനുഭവിക്കാൻ അവസരം കിട്ടുമല്ലോ, നമുക്ക് ഭാഗ്യം ലഭിക്കുമല്ലോ. ഒരു സംഭവം കൂടെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ നിങ്ങളോട് നേരത്തെ വാഴ ചെയ്ത സമയത്തിന് 3 മിനിറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള മടിയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ് കൂടെ ഞാൻ എടുത്തോളാം. എങ്ങനെയെങ്കിലും അതുകൂടെ പറഞ്ഞിട്ട് ഹബീബിനോടൊന്ന് സങ്കടപ്പെട്ടോളാം. വാക്ക് പറഞ്ഞാൽ വാക്കാണല്ലോ, അത് പരിഗണിക്കേണ്ടതാണല്ലോ. 1.25 മണിക്കൂർ സമയം പൂർത്തിയാകുകയാണ്. മുന്നിലിരിക്കുന്നവർ തലയാട്ടുന്നുണ്ട്, പിന്നിലിരിക്കുന്നവർക്കും അവർക്ക് കൂടെ വേണ്ടിയായിട്ടായിരിക്കാം. എങ്കിൽ ഞാൻ ഒന്നുകൂടെ പോകാം നിങ്ങളെ സമ്മതത്തോടെ. എവിടേക്കാ പോകുന്നത്? വീണ്ടും സമാനമായ നിലക്കു തന്നെ പോയാലോ? അതേ, നമുക്കൊന്ന് ശാമിലേക്കാണ് പോകാനുള്ളത്. പറയാലല്ലേ? സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തങ്ങളിലേക്കുള്ള സഞ്ചാരം അത് വല്ലാത്ത സഞ്ചാരമാണ്. ആ പ്രവാചകരെ മനസ്സിൽ സൂക്ഷിച്ച ആളുകൾ അവരെവിടെയും വെറുതെ ആകൂല, നിരാശരാകൂല. ചരിത്രം സാക്ഷ്യമാണ്. നിങ്ങൾ നോക്കൂ, ശാമകാരനായ ഒരു യഹൂദിയായ മനുഷ്യൻ ഇബ്നു അബ്ബാസ് തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്, തൻബീഹുൽ ഗാഫിലീനിലുണ്ട്. പറഞ്ഞോട്ടെ, ദീർഘമായ സംഭവമാണ്. മദീനയിലേക്ക് മനസ്സെത്താനാണ്, ഖൽബൊന്ന് ക്ലിയറാകാനാണ്. ഇത് പറഞ്ഞിട്ട് ഹബീബിലേക്ക് നേരിട്ടൊരു സലാം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാനാണ്. അതിന് നമ്മുടെ ഖൽബൊന്നൊരുങ്ങാനും നമ്മുടെ ഖൽബ് അതിന് പറ്റിയതാകാനും വേണ്ടി ഞാൻ പറയട്ടെ. ജൂതനായ ശാമുകാരനായ മനുഷ്യൻ തൗറാത്ത, അദ്ദേഹം വായിക്കുന്നത് തൗറാത്ത് തന്നെയാണ്. അയാളും അതേ മക്കയിലുള്ളയാളല്ല, മദീനയിലുള്ളയാളല്ല, പൂർവബന്ധങ്ങളെ അംഗീകരിച്ച് ജീവിക്കുന്ന മനുഷ്യനാണ്. അതേ വേദക്കാരനാണ്. ആ വേദക്കാരനായ ജൂതനായ മനുഷ്യൻ തൗറാത്ത് വായിച്ചു. ശനിയാഴ്ച ദിവസമാണ്. ആ തൗറാത്ത് മെല്ലെ ഒന്ന് തുറന്നു നോക്കി. അപ്പോൾ ആ തൗറാത്തിൽ കാണുകയാണ് നോക്കിയപ്പോഴോ അപ്പോൾ അയാൾ എത്തിച്ചു. എന്തിനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാമത്തിനെയാണ്, വിശേഷണത്തെയാണ്, സിഫത്തിനെയാണ്. അതേ തുറന്നു വെച്ച ഭാഗങ്ങളിൽ 4 സ്ഥലങ്ങളിലാണ് കാണുന്നത്. അദ്ദേഹം വിശ്വാസിയല്ല, ഹബീബിനെ കുറിച്ച് കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ മനസ്സുകൊണ്ട് അംഗീകരിച്ചയാളല്ല. ഞങ്ങളെ പ്രവാചകൻ, ആ പ്രവാചകനെ കുറിച്ചാണ് കേൾക്കുകയും അറിയുകയും ചെയ്യേണ്ടത്. അതിന് പകരം ഇതാ മുഹമ്മദിനെ കുറിച്ചാണ് ഇവിടെ വായിക്കേണ്ടി വരുന്നത്. അയാൾ എന്ത് ചെയ്തു? ആ പേജ് അങ്ങനെ തന്നെ കീറിയിട്ട് കത്തിച്ചു കളഞ്ഞു. സുബ്ഹാനല്ലാഹ്. പിന്നെ എന്ത് ചെയ്തു? രണ്ടാമത്തെ ശനിയാഴ്ചയിലേക്ക് എത്തി. എന്നിട്ടോ ആ എത്തിയ സമയത്ത് അദ്ദേഹം വീണ്ടും അത് തുറന്ന് വായിക്കുകയാണ്. അങ്ങനെ വായിക്കുമ്പോൾ അതാ എത്തിക്കുന്നു 8 സ്ഥലങ്ങളിലാണ് മുത്തുനബിയെ കുറിച്ചുള്ള പരാമർശമുള്ളത്. ആ പരാമർശം കണ്ടപ്പോൾ അതിനെ ചീന്തിയിട്ട്
എന്നിട്ട് കരിച്ചു കളഞ്ഞു. അങ്ങനെ ഒരാഴ്ച കൂടെ കഴിഞ്ഞു. മൂന്നാമത്തെ ശനിയാഴ്ചയിലേക്ക് എത്തി. വീണ്ടും തൗറാത്ത് തുറന്നു നോക്കിയപ്പോൾ നേരത്തെയുള്ളതിനേക്കാൾ എനിക്ക് വായിക്കാൻ കഴിയുന്നത് മുത്തുനബിയെ കുറിച്ചാണ്. 12 സ്ഥലങ്ങളിലാണ് കാണുന്നത്. അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഇതും കീറിയാൽ എന്താകും? അയാൾ ചിന്തിച്ചു. ഞാൻ ഇങ്ങനെ കാണുമ്പോ എനിക്കത് ഇഷ്ടമില്ലാഞ്ഞിട്ട് ഈ തൗറാത്തിന്റെ ഓരോ പേജും കീറിയാൽ ഞാൻ പിച്ചു ചീന്തി കരിച്ചു കളഞ്ഞാൽ തൗറാത്ത് മുഴുവനും ഞാൻ കീറേണ്ടി വരുമോ? കരിച്ചു കളയേണ്ടി വരുമോ? ഈ ചിന്ത കൽബിലേക്ക് ഇങ്ങ് വന്നു. അപ്പൊ ആ കീറലവിടെ നിർത്തി. കുറച്ചുകൂടി അങ്ങ് വായിച്ചു നോക്കി. അപ്പൊ ഒരു തോന്നൽ, ആരാണ് ഈ മുഹമ്മദ് എന്നൊന്ന് അറിയണമല്ലോ എന്ന ചിന്ത കൽബിലേക്ക് വന്നു. തന്റെ സഹചാരികളോട്, സഹപ്രവർത്തകരോട് ചോദിച്ചു, മുഹമ്മദ്, ആരാണ് ഈ മുഹമ്മദ് എന്ന് പറഞ്ഞു തരുമോ? ജൂതരായ സുഹൃത്തുക്കളല്ലേ? അങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഖാലൂ കദ്ദാബ്, കളവ് പറയുന്നയാളാണ്. ഖൈറുൽ ലക അല്ലാ തറാഹു വലാ യറാക. നിങ്ങൾ അയാളെയും കാണാതിരിക്കലാണ്, അദ്ദേഹം നിങ്ങളെയും കാണാതിരിക്കലാണ്. നിനക്ക് ഖൈറു മോനെ എന്ന ഉപദേശം കൂടെ അവർ കൊടുത്തപ്പോൾ തൗറാത്തിൽ നിന്ന് ആവർത്തിച്ച് മുത്തുനബിയെ കുറിച്ച് കാണാൻ അവസരം കിട്ടിയ ഈ മനുഷ്യൻ പറഞ്ഞു, ഫഖാൽ ബിഹഖ് തൗറാത്തി മൂസാ, മൂസാ നബിയുടെ തൗറാത്തിന് തന്നെ പഠിച്ച് ഞാൻ പറയട്ടെ, ലാ തംനഊനി മിൻ സിയാറതിഹി, നിങ്ങളാ പ്രവാചകനെ സന്ദർശിക്കുന്നതിൽ നിന്ന് എന്നെ തടസ്സപ്പെടുത്തല്ല. അയാൾ വാഹനമൊരുക്കി സഞ്ചാരം തുടങ്ങി. ആ സഞ്ചാരം ശാമിൽ നിന്ന് പുറപ്പെട്ടു. ഒരു രാത്രി മുഴുവനും പകൽ മുഴുവനും സഞ്ചരിച്ചു. അങ്ങനെ മദീനയോടടുക്കുകയാണ്. ആ ദൂതനായ മനുഷ്യനും മദീനയിലേക്കാണ്. നമ്മുടെ മനസ്സും മദീനയിലാണ്, നമ്മുടെ കൽബും മദീനയിലാണ്. അതേ ചേർന്നൊന്ന് നമുക്ക് സഞ്ചരിക്കാം. ഹുജറത്തു ശരീഫയുടെ ചാരത്തേക്ക് മെല്ലെ ഒന്ന് പോയി നോക്കാം. വരൂ ഇലൽ മദീന. ഈ മനുഷ്യൻ മദീനയുടെ പരിധിയിലെത്തി. അങ്ങനെ എത്തി മദീനത്തേക്ക് കയറി ഇങ്ങനെ നടന്നു മസ്ജിദുൻ നബവിയുടെ പരിസരത്തേക്ക് ഇങ്ങനെ എത്തുമ്പോ സൽമാൻ തങ്ങളെ കുറിച്ചല്ലേ തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞത്. അത് പറഞ്ഞു തീരുമ്പോഴേക്ക് സമയം കഴിഞ്ഞതാണ്. അതേ സൽമാൻ തങ്ങൾ തന്നെ ഒന്നുകൂടെ വരണമെന്ന് കൊതിച്ചിട്ടാണ് ഈ ജൂതനായ മനുഷ്യൻ ആദ്യമായി കണ്ടുമുട്ടുന്നത്. ആരെയാണ്? സൽമാൻ തങ്ങളെയാണ്. നല്ല മുഖ സൗന്ദര്യമുള്ളയാളാണ് സൽമാൻ തങ്ങൾ കേട്ടോ. ആ സൽമാൻ തങ്ങളെയാണ് ആദ്യം കാണുന്നത്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ജൂതനായ മനുഷ്യൻ വിചാരിച്ചു ഇത് തന്നെയായിരിക്കും മുഹമ്മദ് എന്ന്. കാരണം അയാൾ നേരത്തെ കണ്ടിട്ടില്ലല്ലോ. നല്ല സൗന്ദര്യമുള്ളയാളാണെന്ന് തൗറാത്തിലൂടെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് സൽമാൻ തന്നെയായിരിക്കുമെന്ന് വിചാരിച്ചു. ആ വിചാരത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം, ആ ജൂതനായ മനുഷ്യൻ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? സൽമാൻ തങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ മുത്തുനബിയാണോ മുഹമ്മദാണോ? ഈ ചോദ്യം ചോദിച്ചപ്പോഴേക്ക് സൽമാൻ തങ്ങളെ കൽബങ്ങ് പൊട്ടാൻ കാരണമുണ്ട് കേട്ടോ. എന്നറിയുമോ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻദു 3 അയ്യാം മുത്തുനബി അതാ ലോകത്തോട് പിരിഞ്ഞിട്ട് 3 നാളായിട്ടേ ഉള്ളൂ. സൽമാൻ തങ്ങൾ വന്നത് ഹബീബ് ഹയാത്തുള്ള സമയത്താണ്. ഈ ജൂതൻ
പറയുന്നതോ ഹബീബ് വഫാത്തായതിനു ശേഷമാണ്. ഹയാത്ത് കാലത്ത് മാത്രമല്ല പരിഹാരം, വഫാത്തിനു ശേഷവും ഇടപെടുകയാണ്. ഈ ജൂതനായ മനുഷ്യൻ ഇങ്ങനെ വന്നിട്ട് സൽമാൻ തങ്ങളോട് ചോദിച്ചപ്പോൾ ഹബീബിനെ കുറിച്ചല്ലേ ചോദ്യം. അവർ കരയാതിരിക്കുമോ, കൽബ് പൊട്ടാതിരിക്കുമോ? ഇല്ലല്ലോ. എന്ത് മറുപടി പറയണമെന്നറിയില്ല. ആ മറുപടിയെ കുറിച്ച് ആലോചിച്ചപ്പോ ഉടനെ വന്നു അടിമയാണ്. റസൂലുള്ളാഹിനെ കാണാൻ കൊതിച്ചിട്ട് അടിമയായ അനുരാഗിയല്ലേ സൽമാൻ തങ്ങള്. മഹാനവറുകൾക്ക് പറഞ്ഞൂടെ ഞാൻ റസൂലുള്ളാഹിന്റെ അടിമയാണെന്ന്? അങ്ങനെ സൽമാൻ തങ്ങൾ പറഞ്ഞു ഞാൻ അടിമയാണെന്ന്. അപ്പൊ ആ മനുഷ്യന്റെ ചോദ്യം അയിന ഹുവാ, എവിടെയാണ് എങ്കിൽ ആ മുഹമ്മദ് ഉള്ളത്, പ്രവാചകനുള്ളത്? ആ ചോദ്യത്തിന് ഉത്തരം പറയണല്ലോ. സൽമാൻ തങ്ങൾക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് പ്രവാചകനെ അറിയില്ല എന്ന്. കാരണം ഞാൻ തന്നെ പ്രവാചകനാണോ എന്ന് ചോദിച്ചയാൾക്ക് കൃത്യമായി അറിയില്ല എന്ന് മനസ്സിലായല്ലോ. ആ ചിന്തയിൽ നിന്ന് പറഞ്ഞു ആലോചിച്ചു, ഞാൻ റസൂലുള്ളാഹി വഫാത്തായി പോയി എന്ന് പറഞ്ഞാൽ അയാൾ തിരിച്ചു പോയാലോ? അപ്പൊ അയാളെ ഹിദായത്തിന് അത് തടസ്സമാകുമല്ലോ. അതേ ഹിദായത്ത് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് റസൂലുള്ളാഹി ഇവിടെ ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞാൽ അത് കളവുമാകുമല്ലോ. അതുകൊണ്ട് എന്ത് മറുപടി പറയണമെന്ന് ആശങ്കയാണ്. ഉടനെ മഹാനവറുകൾ പറഞ്ഞു, അതിനുത്തരമല്ല കൊടുത്തത്. മോനെ എന്റെ കൂടെ വരൂ. എന്നും പറഞ്ഞില്ല, ഇല്ല എന്നും പറഞ്ഞില്ല. അപ്പൊ ഈ മനുഷ്യൻ മനസ്സിലാക്കി കാണിച്ചു തരാൻ കൊണ്ടുപോകുകയാണെന്ന്. അങ്ങനെ രണ്ടുപേരും പോയി മുത്തുനബിയിലേക്ക്. ഹയാത്തുള്ളല്ലോ, നേരിട്ട് ചെല്ലാനില്ലല്ലോ. റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കളുടെ അടുക്കലേക്ക് ചെന്നു. വദഖലൽ മസ്ജിദ, പള്ളിയിൽ അങ്ങ് കയറി. വസ്ഹാബു കുല്ലുഹും മഹ്സൂനൂൻ, ജീവനേക്കാൾ വില കൽപ്പിക്കപ്പെടുന്ന, ജീവിതത്തെക്കാൾ പരിഗണന കൊടുക്കുന്ന, സർവ്വതിനേക്കാളും സ്നേഹം കൊടുത്ത, എല്ലാം സമർപ്പിച്ച അനുയായികളല്ലേ. ഹബീബിന്റെ വേർപാടിൽ നൊമ്പരപ്പെടാതിരിക്കുമോ? കൽബ് പൊട്ടാതിരിക്കുമോ? പള്ളിയിലങ്ങ് കയറിയപ്പോ എല്ലാരും ടെൻഷനിലാണ്, എല്ലാരും സങ്കടത്തിലാണ്. ഈ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ യഹൂദി അങ്ങ് പറഞ്ഞു, അസ്സലാമു അലൈക യാ മുഹമ്മദ്. മുഹമ്മദേ അങ്ങേക്കു സലാം. അന്നഹു ഫീഹി, ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ആ മുഹമ്മദ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷയിലാണ് ഈ സലാം. ആ മനുഷ്യൻ സലാം അങ്ങ് പറഞ്ഞു തീരുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് ഫഹാദൽ മുകാ മിനൽ അസ്വാബ്. റസൂലുള്ളാഹിക്ക് ഒരു മനുഷ്യൻ വന്ന് സലാം പറയുമ്പോ ഹബീബിന്റെ സാന്നിധ്യമില്ലാത്ത സന്ദർഭത്തിൽ, വിയോഗത്തിന്റെ മനോവേദ തീരാത്ത സമയത്ത് അവരെ കൽബ് പൊട്ടാതിരിക്കുമോ? അവരെ കരച്ചിലങ്ങ് വർദ്ധിച്ചു. ചോദിച്ചു, നിങ്ങൾ ആരാണ്? അല്ലയോ നിങ്ങൾ അറിഞ്ഞില്ലേ? നിങ്ങൾ അറിഞ്ഞില്ലേ? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാലിം തന്നഹു മാത മുൻദു ثلاثه അയ്യാം, 3 ദിവസങ്ങൾക്ക് മുമ്പ് ആ മുത്തുനബി വഫാത്തായി പോയതിന്റെ വിവരം നിങ്ങൾ അറിയില്ലയോ സഹോദരാ? ഈ മറുപടി സ്വഹാബാക്കൾ അങ്ങ് പറഞ്ഞപ്പോ കണ്ണുനീര് ഒഴിച്ചിട്ട് ഒറ്റപ്പറച്ചിലാണ്, എന്റെ നഷ്ടമേ, എന്റെ യാത്ര വിഫലമായി പോയല്ലോ. ഞാൻ
ഞാൻ ആ തൗറാത്ത് വായിച്ചില്ലായിരുന്നുവെങ്കിൽ, ആ തൗറാത്ത് വായിച്ചപ്പോഴല്ലേ ആ പ്രവാചകൻ എന്റെ കൽവിൽ കയറിയത്. കാണാൻ കൊതിച്ചു വന്നതല്ലേ, ഇവിടെ കാണാനില്ലല്ലോ എന്ന സങ്കടത്തിൽ പൊട്ടി അങ്ങ് കരഞ്ഞു. ആ കരച്ചിൽ സഹിക്കാൻ കഴിഞ്ഞില്ല. കരച്ചിലിന്റെ ഇടയിൽ ആ മനുഷ്യൻ ചോദിച്ചു, അല്ലയോ നിങ്ങൾ ആരെങ്കിലും എനിക്ക് ആ പ്രവാചകനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? തങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ പറഞ്ഞപ്പോ കാലമസ്മുഖ്, നിങ്ങളെ പേരെന്താണെന്ന ചോദ്യം. ആ ചോദ്യം ചോദിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ അലിയാണെന്ന് പറഞ്ഞു. ആ അലിയാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ ആ മനുഷ്യന്റെ മറുപടി, ഇന്നി വജദ്തു ഇസ്മക ഫി തൗറാത്ത്. ആ തൗറാത്തിൽ നിങ്ങളെ പേര് ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളെ പേര് ഞാൻ തൗറാത്തിൽ കണ്ടിട്ടുണ്ട്. മുത്തുനബിയെ കുറിച്ച് മാത്രമല്ല തൗറാത്തിലുള്ളത്, അവിടുത്തെ അനുചരന്മാരിൽ ചിലരെയും പരാമർശമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, സ്വന്തം മക്കളെ പരിചയപ്പെടുന്നതിനേക്കാൾ അവരെ അറിയുന്നതിനേക്കാൾ ഹയാത്തിന് മുമ്പും വഫാത്തിന് ശേഷവും ഹയാത്തുകാലത്തും അറിയുമല്ലോ, അല്ലാഹു അറിയിച്ചിട്ടുണ്ടല്ലോ. പറഞ്ഞു, അതേ പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പൊ അലിയാർ തങ്ങൾ അങ്ങനെ പറയാൻ തുടങ്ങി. കണ്ണുനീര് ഒഴിച്ചിട്ട് റസൂലുള്ളാഹിനെ ഇങ്ങനെ ആവിഷ്കരിക്കുകയാണ്, പറയുകയാണ്. അവിടുന്ന് പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തവീലൻ വലാ ഖസീറൻ. അങ്ങനെ തുടങ്ങി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണം വാദിഹുൽ ജബീൻ, അദജുൽ ഐനൈൻ, അദജുൽ ഹാജിബൈൻ, ഇദാ ലഹിക ഖറജ നൂറു മിൻ തനായാ. ഇങ്ങനെ തുടങ്ങിയിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ടടങ്ങൾ, കവിൾത്തടം, നെറ്റിത്തടം പുഞ്ചിരിക്കുന്ന സന്ദർഭം, അപ്പോഴുള്ള പ്രകാശപൂരിതമായ പല്ലുകളുടെ രൂപങ്ങൾ, ഇങ്ങനെ ലോകത്തിന്റെ നേതാവിന് വളരെ സ്നേഹത്തിന്റെ മനസ്സോടെ ഇങ്ങനെ വർണ്ണിച്ചപ്പോൾ കേട്ടിരിക്കുന്ന ജൂതനായ മനുഷ്യൻ കണ്ണുനീര് പൊഴിച്ചിട്ട് പറഞ്ഞു, സദഖത യാ അലി, അലിയെ നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഇതുപോലെ തന്നെയാണ് തൗറാത്തിലും അവിടുത്തെ വിശേഷണം ഞാൻ വായിച്ചത്. അത് വായിച്ചിട്ട് വന്നതാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഹൽ ബഖിയ മിൻഹു സൗബൻ, നിങ്ങളുടെ അടുക്കൽ ആ പ്രവാചകന്റെ വല്ല വസ്ത്രവും ബാക്കിയുണ്ടോ? വല്ല വസ്ത്രവും ബാക്കിയുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് ആ പ്രവാചകനെ കാണാൻ പറ്റിയില്ലല്ലോ, ഞാൻ ആ വസ്ത്രമൊന്ന് ഞാൻ ചുംബിക്കട്ടെ, എനിക്കുണ്ടെങ്കിൽ ഒന്ന് തരുമോ? ആ സമയത്ത് അലിയാർ തങ്ങൾ പറഞ്ഞു, ഞാൻ ഉണ്ട്. സൽമാനെ തങ്ങളെ വിളിച്ചു, നിങ്ങൾ ഫാത്തിമ ബീവിയുടെ അടുക്കലേക്ക് പോകണം, തന്റെ സഹധർമ്മിണിയാണല്ലോ. അതേ ഫാത്തിമ ബീവിയുടെ അടുക്കലേക്ക് പോയിട്ട് പറയണം, ഞാൻ പറഞ്ഞയച്ചതാണെന്ന്. മുത്തുനബിയുടെ ജുബ്ബ അവിടെയുണ്ട്, അതൊന്ന് തരാൻ വേണ്ടി പറയണം. സൽമാൻ തങ്ങൾ അവിടെ പോയി നോക്കി. പക്ഷേ വല്ലാത്തൊരവസ്ഥയാണ് ആ വീട്ടിൽ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുണ്ട്. രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് കണ്ണുനീര് പൊഴിക്കുകയാണ്. അവര് ശ്രദ്ധിക്കുന്നില്ല. അപ്പോഴാണ് സൽമാൻ തങ്ങൾ ഭർത്താവ് പറഞ്ഞിട്ട് വന്നതാണല്ലോ, ധൈര്യത്തോടെ ഒന്ന് മുട്ടുന്നു വാതിലിന്. ഫാത്തിമ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, മൻ യഖറു ബാബൽ യതാമാ. മുത്തുനബിയുടെ വിയോഗത്തിനു ശേഷം അനാഥകളായ ഈ വീട്ടുകാരെ ആരാണ് മുട്ടി വിളിക്കുന്നതെന്ന ചോദ്യമാണ്. ഞാനാണ്, സൽമാനാണ്. എന്തിനാ വന്നതെന്ന ചോദ്യമാണ്. അലിയാർ തങ്ങൾ പറഞ്ഞതാണ്, വിവരങ്ങളൊക്കെ പറയുകയാണ്. ആ വന്ന ആഗതനെ കുറിച്ചും പറയാണ്. അങ്ങനെ പറഞ്ഞപ്പോ ഫാത്തിമ ഫാത്തിമ റളിയല്ലാഹു അൻഹ അങ്ങ് കരയാൻ തുടങ്ങി. ആ കരച്ചിലിന്റെ ഇടയിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജുബ്ബ എടുക്കുന്നു. അതൊന്ന് ചുംബിച്ചിട്ട് സൽമാൻ തങ്ങളുടെ അടുക്കലേക്ക് കൊടുക്കുന്നു. ആ ജുബ്ബ ആദരവോടെ വാങ്ങുന്നു. എന്നിട്ട് മസ്ജിദുൻ നബവിയിലേക്ക് ചെല്ലുന്നു. സൽമാൻ തങ്ങൾ അതെന്ത് ചെയ്യുന്നു? ചുംബിക്കുന്നു. അലിയാർ തങ്ങളെ കൈ കൊടുക്കുന്നു. അതെടുക്കുന്നു. ചുംബിക്കുന്നു.
പിന്നെ സ്വഹാബാക്കൾ മുഴുവനും അത് ചുംബിക്കുകയാണ്. പിന്നെ യഹൂദിയുടെ കയ്യിലങ്ങ് കൊടുത്തു. അത് കിട്ടിയപ്പോ യഹൂദിക്ക് വല്ലാത്ത ടെൻഷൻ. അങ്ങ് ചുംബിച്ചു. ഈ ജുബ്ബയുടെ വാസന വല്ലാത്തൊരു വാസനയാണല്ലോ. അത്രയും വലിയ പ്രൗഢമായ സുഗന്ധത്തിന്റെ ഉടമയാണോ? ആ ചിന്തയിൽ കൽബ് പൊട്ടി പിന്നെ ആ മനുഷ്യൻ പോകുന്നത് ഇലാ ഖബരിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുക്കലേക്കാണ്. ആ ഖബറിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ആ മനുഷ്യൻ എന്താ ചെയ്യുന്നറിയോ? ആകാശത്തിലേക്ക് തലയുയർത്തുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ പറയുന്നു, അശ്ഹദു യാ റബ്ബ്, ഓ റബ്ബേ നീ സാക്ഷ്യം വഹിക്കണം, അന്നക വാഹിദുൻ അഹദുൻ ഫർദുൻ സമദ്, നീ ഏകനാണ്, സ്വയം പര്യാപ്തനാണ്. റബ്ബിന്റെ വിശേഷണങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അശ്ഹദു അന്ന സ്വാഹിബ ഹാദൽ ഖബർ റസൂലുക് വ ഹബീബുക്, നിന്റെ ഹബീബാണ്, നിന്റെ പ്രവാചകരാണ് എന്ന് നിനക്ക് പറഞ്ഞിട്ട് പറയുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ പറയാണ്, അല്ലാഹുമ്മ അല്ലാഹുമ്മ ഇൻ ഖബൽത ഇസ്ലാമി, എനിക്ക് ആ പ്രവാചകനെ കാണാൻ പറ്റിയിട്ടില്ല. ഞാനിവിടെ എത്തുമ്പോഴേക്ക് അവിടുന്ന് ലോകത്തോട് പിരിഞ്ഞല്ലോ. എനിക്ക് ആ ഹബീബിന്റെ ഖബറിന്റെ സവിധത്തിൽ നിന്ന് പറയാനുള്ള കാര്യം എന്താണ്? ഒരു കാര്യമേ പറയാനുള്ളൂ. റബ്ബേ ഇൻ ഖബൽത ഇസ്ലാമി, എന്റെ ഇസ്ലാമിനെ നീ സ്വീകരിക്കുന്നുവെങ്കിൽ ഫഖബൽ റൂഹി എന്റെ ഹബീബിന്റെ പരിസരത്ത് വെച്ച് ഈ സമയത്ത് തന്നെ എന്റെ റൂഹങ്ങ് പിടിക്കണം. അല്ലാഹ് എന്റെ വിശ്വാസത്തെ നീ സ്വീകരിക്കുന്നുവെങ്കിൽ എന്നങ്ങ് പറഞ്ഞു തീർന്നപ്പോ ഹബീബിന്റെ ഖബർ ശരീഫിന്റെ പരിസരമല്ലേ, ഇജാബത്തുള്ള സ്ഥലമല്ലേ, സ്നേഹത്തിന്റെ മനസ്സോടെ അതവിന്റെ മനസ്സോടെ ആര് ഹബീബിനെ തേടി വന്നോ, മദീനയിലെത്തിയോ, അവരുടെ ആഗ്രഹം വെറുതെയാകൂല, നിസ്ഫലമാകൂല. ആ സ്പോട്ടിൽ ആ മനുഷ്യൻ അതാ അവിടെ അങ്ങ് മരിച്ചു വീഴുകയാണ്. മുത്തുനബിയുടെ ഖബർ ശരീഫിന്റെ പരിസരത്ത് ആൾക്കാഴ്ച സഹാബാക്കൾ ഇങ്ങനെ കാണുകയാണ്. അവരെ കൽബ് പൊട്ടുകയാ. ഇതൊരു സ്നേഹമാ, ഇതൊരു മഹബ്ബത്താ. അലിയാര് തങ്ങൾ നേരിട്ട് ചെന്നു, മയ്യിത്ത് പരിപാലനം നടത്തി. മഹാനവറുകൾ തന്നെ കുളിപ്പിച്ചു, മഹാനവറുകൾ തന്നെ ദഫൻ ചെയ്തു, മഹാനവറുകൾ തന്നെ ജന്നത്തുൽ ബഖീല മനുഷ്യനെ മറമാടിയല്ലോ. ഒന്നെഴുന്നേറ്റ് നിൽക്കാമോ? മദീനത്ത് മനസ്സെത്തിയോ? ഹബീബിനെ കൽബ് കൊണ്ട് കണ്ടോ? മുത്തുനബിയിലേക്ക് ആത്മാവിനെ കണക്ട് ചെയ്തോ? പാപഭാരമുള്ള മനസ്സൊന്ന് നിർമ്മലമാകണ്ടേ, ഒന്ന് കഴുകി വൃത്തിയാക്കപ്പെടണ്ടേ. അതാഗ്രഹിക്കുന്ന സ്നേഹജനങ്ങളെ, ഉമ്മമാരെ, കൽബെന്ന ദുനിയാവിന്റെ സർവ്വകാര്യങ്ങളും മാറ്റിവെച്ചിട്ട് ഹറാമിന്റെ വഴിയിലേക്ക് പോകാതെ, പെങ്ങളെ ഔറത്ത് കാണിച്ച് നടക്കാതെ, ചെറുപ്പക്കാരാ നിസ്കാരം കളാക്കാതെ, ദീനിയായ സംസ്കാരത്തെ വലിച്ചെറിയാതെ, പുതിയ കാലത്തിന്റെ നടീനടന്മാരും സെലിബ്രിറ്റികൾക്കും ബ്ലോഗേഴ്സിനും അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താതെ, മദീനയിൽ അമ്പിയുറങ്ങുന്ന ലോകത്തിന്റെ നേതാവിലേക്ക് കൽബ് തിരിച്ചിട്ട് നിങ്ങളെ ജീവിതം ഒന്ന് നയിക്കുമോ? ഒരു മാറ്റത്തിന് സന്നദ്ധമാകുമോ? ഒരു പ്രതിജ്ഞയെടുക്കാൻ ഒരുങ്ങുമോ? ഹബീബിലേക്ക് എന്റെ ആത്മാവിനെ കണക്ട് ചെയ്യാതെ ഒരു രാത്രി ഞാൻ ഉറങ്ങൂല. എനിക്ക് ആ ഹബീബിനെ ഒന്ന് വിളിക്കണം, കൽബ് ചേർത്ത് വിളിക്കണം. എത്ര വലിയ തെറ്റുകാരനാണെങ്കിലും അവിടുത്തെ അനുഗ്രഹം കൊണ്ട് കൈയൊടിക്കൂല എന്ന പ്രതീക്ഷയിൽ ഒന്നെല്ലാ ദിവസവും ഉറങ്ങുന്ന
പോകുന്നതിന് മുമ്പ് മദീനയിലേക്കൊന്ന് കൽബിനെ കണക്ട് ചെയ്യുമോ? ആത്മാവിനെ ഒന്ന് കണക്ട് ചെയ്യുമോ? മദീനയിലേക്ക് കണക്ഷൻ കിട്ടിയിട്ട് നിങ്ങൾ ഉറക്കിയിലേക്ക് പോയാൽ ഹബീബ് വരുമല്ലോ. അത് പരീക്ഷിച്ച് കാത്തിരുന്നൂടെ? ജീവിതം അതിനുള്ളതല്ലേ? ആയുഷ് അതിനുള്ളതല്ലേ? സമ്പത്ത് അതിനുള്ളതല്ലേ? സൗകര്യങ്ങൾ അതിനുള്ളതല്ലേ? ദുനിയാവിൽ ആഘോഷിച്ച് ആഭാടമാക്കി തീർക്കാനാണോ? അല്ലല്ലോ, മുത്തുനബിക്ക് വേണ്ടി ചെലവഴിക്കാനല്ലേ, സമർപ്പിക്കാനല്ലേ. എല്ലാ ദിവസവും ഒരു 100 വട്ടമെങ്കിലും റബീഉൽ അവ്വൽ മാത്രമല്ല, അതേ സർവ്വസമയത്തും ഹബീബിന്റെ മേലൊരു സ്വലാത്ത് സലാം ചൊല്ലുമോ? അതൊന്ന് തീരുമാനിക്കുമോ ഈ സദസ്സില്? പാപിയാണോ റാഷിദ്? ദോഷിയാണോ റാഷിദ്? മോശക്കാരനാണോ റാഷിദ്? അമലില്ലാത്തവനാണോ റാഷിദ്? അതേ തെറ്റുകളോട് ബന്ധപ്പെട്ടു പോയവനാണ്. രക്ഷപ്പെടണമെന്ന കൊതിയുണ്ട്. 100 കണക്കിന് മോമിനീങ്ങളില്ലേ ഇവിടെ? നിങ്ങളെ കൽബിൽ ഹബീബിനോട് ചെറിയൊരനക്കം മഹബത്ത് വർദ്ധിച്ചോ? ഒന്നനക്കം കൂടിയോ? ആ മറന്ന മഹബത്തിന്റെ ഭാഗമായി സാധുവായ പാപിയായ ഈ മനുഷ്യന്റെ വാക്കുകളും കൂടെ ചേർത്ത് പിടിച്ച് എല്ലാ ദിവസവും ഒരു 100 സ്വലാത്ത് ചൊല്ലാൻ ഈ രാത്രി മുതൽ ഒന്ന് തുടങ്ങിയാൽ നാളെ ആഖിറത്തിൽ ഞാൻ എത്തുമല്ലോ, നിങ്ങളെത്തുമല്ലോ. കാരുണ്യത്തിന്റെ നേതാവ് അവിടെ ഉണ്ടാകുമല്ലോ. പാപിയായ റാഷിദിനെ കൈയൊടിക്കൂല, വെറുതെ ആക്കൂല, നിരാശരാക്കൂല, തിരിഞ്ഞു നോക്കാതിരിക്കൂല. വിശ്വാസമാണ്, പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് മഹാന്മാര് മുഴുവനും ആ വഴിയെ കണ്ടത്, സ്വീകരിച്ചത്. സുലൈമാനുൽ ജസൂലി തങ്ങൾ പറഞ്ഞത് അതുകൊണ്ടാണ്. യാ റഹ്മത്തല്ലാഹ് ഇന്നി ഖൈഫും മജ്നൂൻ, യാ നിഅമത്തല്ലാഹ് ഇന്നി മുഫ്ലിസുൻ വലൈസ ലീ ചെല്ലാതെ ഒരു സ്വലാത്ത് മൗലായ അല്ലാഹുവിന്റെ നിഅമത്തായി വന്ന നബിയേ, റഹ്മത്തായി വന്ന നബിയേ, ഞാനാകെ ബേജാറിലാണ്. കയ്യിലൊരു അമലുമില്ലാത്തവനാണ്. രക്ഷയുടെ മാർഗം അന്വേഷിക്കുന്നവനാണ്. പരിഹാരമായി ഒന്നേ കാണുന്നുള്ളൂ. സിവാ മഹബ്ബതികൽ വമാ ഈമാനി, അങ്ങയോടുള്ള മഹബ്ബത്താണ്, ഇഷ്ടമാണ്, സ്നേഹമാണ് വഴിയായുള്ളൂ. നമുക്കും പറയാൻ അതേ കഴിയൂ. പക്ഷെ അവർക്കത് പറയാൻ യോഗ്യതയുണ്ട്, നമുക്കത് പറയാൻ യോഗ്യതയില്ലാന്ന് കുഴപ്പമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബൊന്ന് സ്വീകരിച്ച് കിട്ടിയാലോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിച്ച് ജീവിച്ചിട്ട് നമ്മളൊന്ന് മുന്നോട്ട് പോയാൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ രക്ഷപ്പെടാൻ ഒരു വഴിയാകുമെന്ന നിലക്ക് പറഞ്ഞതാണ്. നിങ്ങളെ മനസ്സ് മദീനയിലാണോ? ഒരു സലാം പറഞ്ഞ് അവസാനിപ്പിച്ചാലോ? പച്ചക്കുപ്പ കൽബ് കൊണ്ട് കണ്ടോ? മസ്ജിദ് നബവിയുടെ സുന്ദരമായ മിനാരങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ? മദീനയിലെ മണൽത്തരി നിങ്ങൾ അനുഭവിച്ചോ? ആ മണൽത്തരിയിൽ ചവിട്ടാൻ യോഗ്യതയില്ലാത്തവരാണ് നമ്മൾ. പഠിച്ചോനെ, ഞങ്ങളുടെ ജീവിതത്തിൽ പല ആവർത്തി യോഗ്യതയില്ലെങ്കിലും മദീനയിൽ എത്തിക്കണം റഹ്മാനെ. നീ അതിനവസരം നൽകണം റഹ്മാനെ. നമുക്ക് ഇന്നവിടെ എത്താൻ അവസരമില്ല. പക്ഷേ നമ്മളെ ആത്മാവ് കൊണ്ട് നമ്മൾ അവിടത്തേക്ക് സഞ്ചരിച്ചവരാണ്. ആ സഞ്ചാരം ഒന്ന് സ്വീകരിച്ചു കിട്ടാൻ സൽമാൻ ഞങ്ങളെ മുന്നിൽ നിർത്തിയിട്ടുണ്ട്. സഹാബാക്കളെ പറഞ്ഞിട്ടുണ്ട്. ജൂതനായ മനുഷ്യൻ സ്നേഹം കാണിച്ച് വിജയിച്ചതിന്റെയും അനുഭവം പറഞ്ഞിട്ടുണ്ട്. അവന്റെ പിന്നാലെ നമ്മളൊന്ന് നടക്കൂ. കണ്ടോ, സലാം പറയാനുള്ള വാതിൽ ബാബുസലാമാണല്ലോ. അതിലൂടെ
നല്ലയൊന്ന് മുന്നോട്ട് നടക്കുമോ? എന്തൊരു വിശുദ്ധമായ ഇടമാണത്, പരിശുദ്ധമായ സ്ഥലമാണത്. നല്ല നടന്നാൽ കാണാം മാബൈന ഖബരി വമിൻബരി റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന. ഇടത് ഭാഗത്തൊന്ന് നോക്കിയാ മതി, ബാബുസലാമിലൂടെ ഇങ്ങനെ വരുമ്പോ നോക്കിയാ കാണാം ഭൂമിയിലെ സ്വർഗമാണ്. എന്റെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗമാണ്. മുത്തുനബി പറഞ്ഞതാണ്, റോവയിൽ ചെന്നൊരുപാട് തവണ സുജൂദ് ചെയ്യാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല, അവസരം നൽകണേ അല്ല, ഈ സദസ്സ് സഭവാക്കണേ അല്ലോ. നിങ്ങൾ ആ കാഴ്ചയും കണ്ട് കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് നീങ്ങുമോ? യോഗ്യരല്ലെന്നറിയാ, ചേർന്ന് നിൽക്കാൻ പറ്റിയവരല്ലെന്നറിയാ, ചപ്പു ചണ്ടി ചവറുകളാണെന്നറിയാ. എങ്കിലും നമുക്ക് അഭയം അവിടെയല്ലേ ഉള്ളൂ, അത്താടി അവിടെയല്ലേ ഉള്ളൂ. ഹുജറത്തു ശരീഫ കൽബ് കൊണ്ട് കണ്ടോ നിങ്ങള്? സ്വർണ്ണ നിറമുള്ള ഗ്രില്ല് കണ്ടോ നിങ്ങള്? ആ ഗ്രില്ലിലുള്ള 3 ദ്വാരം കണ്ടോ നിങ്ങള്? ആ ദ്വാരത്തിലെ ഒന്നാമത്തെ വലിയ ദ്വാരം അത് ശ്രദ്ധയിൽപ്പെട്ടോ? നമ്മുടെ ആത്മാവ് അവിടെയുണ്ടോ? കൽബ് അവിടെയുണ്ടോ? ആ ദ്വാരത്തിന് അഭിമുഖമായി കിടക്കുന്നതാരാണ്? അതൊരു സാധാരണ വ്യക്തിയല്ല, അതൊരു സാധാരണ വ്യക്തിയല്ല. അവിടുത്തെ മഹത്വം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അതുല്യമായ വ്യക്തിത്വമാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ, റാഹത്തുൽ ആശിഖീൻ, മുറാദുൽ മുസ്തഖീൻ, ശംസുൽ ആരിഫീൻ, സിറാജുസ് സാലികീൻ, മിസ്ബാഹുൽ മുഖറബീൻ, മുഹിബ്ബുൽ ഫുഖറാഇ വൽ ഖുറബാഇ വൽ മസാകീൻ, സയ്യിദുൽ ثقلين نبي الحرمين إمام القبلتين وسيلتنا إلى الله الحنان المنان سيد الأبرار محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളിലേക്ക് കൽബ് ചേർത്ത് വെച്ചൊരു സലാമതോടെ സർവരും എല്ലാവരും പറഞ്ഞോളൂ, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, والسلام عليك يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله، يا حبيب الله، يا خليل الله. പടച്ചറബേ, ഞങ്ങളെ ഈ സലാമ് മദീനത്തേക്ക് നീ ഒന്നെത്തിച്ചിട്ട് നിന്റെ ഹബീബിൽ നിന്നുള്ള തിരിച്ചൊരു സലാം ഞങ്ങളെ ഈ മജ്ലിസിലേക്ക് നീ ഔദാര്യമായി തന്നാൽ ഞങ്ങൾ സന്തോഷവാന്മാരാണ്. ഞങ്ങളിവിടെ സമയം ചെലവഴിച്ചതിൽ സംതൃപ്തരാകും. ഞങ്ങളതിന് യോഗ്യരല്ലെങ്കിലും നീ ഔദാര്യം കൊണ്ട് അവിടുത്തെ സലാമൊന്ന് തിരിച്ചു നൽകി അനുഗ്രഹിക്കണം റഹ്മാനേ. അവിടുത്തേക്ക് സലാത്ത് ചൊല്ലുന്നവർ, സലാം പറയുന്നവരെ മലായിക്കത്തുകൾ അവിടുത്തേക്ക് അറിയിക്കുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഞങ്ങളെയും ഒന്ന് പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനേ. കയ്യിലൊന്നുമില്ലാത്ത ഞങ്ങൾക്ക്, അമല് കുറഞ്ഞ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആഖിർ സമാനിലുള്ള ചപ്പു ചണ്ടി ചവറുകളായ ഒന്നിനും കൊള്ളാത്ത ഹറാമുകൾ ചെയ്ത് ജീവിച്ചു പോയ ഞങ്ങൾക്കും രക്ഷപ്പെടണം. ഈ റബീഉൽ അവ്വൽ മാസത്തിലെ ഹബീബിനെ മഹബത്ത് വെച്ച് ഞങ്ങൾ മജ്ലിസ് സംഘടിപ്പിച്ചു, ഞങ്ങൾ കുറച്ച് സമയം ചെലവഴിച്ചു. നീ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ, കബൂലാക്കി തരണം റഹ്മാനെ, സ്വീകരിക്കണം റഹ്മാനെ. അവസാനിപ്പിക്കാൻ പറഞ്ഞ സമയത്തേക്കാൾ കൂടി അള്ളാഹു കബൂൽ ചെയ്യണം, സ്വീകരിക്കണം. ഒരു ഫാത്തിഹ ഇഖ്ലാസ് മാതൃത്വം ഒന്നോതി ചെറിയൊരു ദുആ മാത്രം നടത്തി ഞാൻ അവസാനിപ്പിക്കും. ജാമിഅ അസ്മദിയ ആ സ്ഥാപനത്തിൻ്റെ ഒരു കലണ്ടർ
ഇവിടെ വിതരണത്തിനുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. നിങ്ങളെ മുന്നിൽ എത്തുമ്പോൾ അത് വാങ്ങിയാൽ സന്തോഷമാണെന്ന് അറിയിക്കുകയാണ്. മഹാനായ നൂറുൽ ഉലമ അള്ളാഹു ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അവരോടുള്ളൊരു കടപ്പാട് എന്ന അർത്ഥത്തിൽ നമ്മൾ ഇതിനെ പരിഗണിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ മരിച്ചുപോയവരുണ്ട്. അള്ളാഹുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഈ നാട് വരുമ്പോൾ ഓർമ്മ വരുന്ന ആലിമീങ്ങളുണ്ട്. കുഞ്ഞമ്മൻ ഫൈസി ഉസ്താദ് അവർക്കും അള്ളാഹു അവരുടെ ദർജ വർദ്ധിപ്പിക്കട്ടെ. നമുക്ക് മുന്നേ നടന്ന മഹാരഥന്മാരാണ്. അവർക്ക് വേണ്ടിയൊക്കെ ഒരു ഫാത്തിഹ. എൻ്റെ പ്രിയപ്പെട്ട മകൻ മുഹമ്മദ് സിനാൻ റബീഉൽ അവ്വൽ 11-നാണ് ലോകത്തോട് പിരിഞ്ഞു പോയത്. ഈ കഴിഞ്ഞ 11-നാണ് അവൻ്റെ ആണ്ട് കടന്നിട്ടുള്ളത്. അള്ളാഹു മകൻ്റെയും ഖബർ സന്തോഷത്തിലാക്കട്ടെ. ഒരുപാട് ആളുകൾ മകന് വേണ്ടി ഖുർആൻ ഖത്മ് ചെയ്തു, അതേപോലെ തന്നെ ബുറുദ ഖത്മ് ചെയ്തുമൊക്കെ ഹദി ചെയ്ത എത്രയോ മുഹിബ്ബുകളുണ്ട്. ഒരു വർഷം കഴിഞ്ഞിട്ട് ആ ആണ്ടിൻ്റെ ദിവസത്തിൽ 12 ഖത്മും 5 ഖത്മും, അതേപോലെ തന്നെ മരിച്ചത് മുതൽ ഈ ദിവസം അത്രയും ഞാൻ യാസീൻ ഓതി എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ സ്നേഹം കാണിച്ച് ആ മകന് വേണ്ടി ഹദി ചെയ്ത മുഅ്മിനീങ്ങളുണ്ട്, മുഹിബ്ബീങ്ങളുണ്ട്. അല്ലാഹുവേ അവർക്ക് ഞങ്ങൾക്കുമെല്ലാം നിന്റെ കോടതിയിൽ അവനൊരു മുൻവിരുന്നുകാരനാക്കി മാറ്റിത്തരണം റഹ്മാനെ. എല്ലാവർക്കും വേണ്ടി ഫാത്തിഹയും ഇഖ്ലാസും ഓതി അൽഹംദുലില്ലാഹ്. ഈ മജ്‌ലിസിൽ നല്ല പാനീയം പലഹാരമൊക്കെ കൊടുത്തവരുണ്ട്. അള്ളാഹു അത് കബൂൽ ചെയ്യട്ടെ. പരിപാടിക്ക് വേണ്ടി പ്രത്യേകം സഹായിച്ചുകൊണ്ട് ദ്വാരക്കാൻ പറഞ്ഞ ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് ഖൈർ നൽകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ സുഹൃത്ത് ആക്സിഡൻ്റ് എടുത്തിട്ട് അപകടത്തിലായി പ്രയാസത്തിലായി ഹോസ്പിറ്റലുണ്ട് എന്ന് സക്കാത്ത് ഉസ്താദ് പറഞ്ഞു. പൂർണ്ണമായ ആഫിയത്ത് നൽകട്ടെ, സലാമത്ത് നൽകട്ടെ. എല്ലാവർക്കും ചെയ്യുന്നു. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. صدق الله. الحمد لله رب العالمين. آمين. നമ്മുടെ കേരള മുസ്ലിം ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറിയുടെ ഉമ്മ കുറച്ച് ദിവസം മരിച്ചുപോയി. ആ ഉമ്മക്ക് വേണ്ടി നമ്മളെ ഖുർആൻ സ്ഥാപനത്തിലേക്ക് 50,000 രൂപ സംഭാവന നൽകി. അള്ളാഹുവിനെ കബൂൾ ചെയ്യുന്നു. നമ്മുടെ മദ്രസക്ക് വേണ്ടി 20,000 രൂപയും സംഭാവന നൽകി. അള്ളാഹുവെ മുത്തുനബിയുടെ ഇഷ്ടവും പൊരുത്തവും ലഭിക്കാൻ ആ സദഖയൊക്കെ നീ സബബാക്കി തരണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടി പറഞ്ഞതും കേട്ടതുമൊക്കെ നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്തു തരണം റഹ്മാനേ. ഞങ്ങൾ ഈ മജ്‌ലിസിൽ വെച്ച് ഓതിയ ഖുർആനും ചൊല്ലിയ സ്വലാത്തു സലാമും അതൊക്കെ നീ സ്വീകരിച്ചതിന്റെ മിസ്ലു സവാബ് നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റൗദ ശരീഫിലേക്ക് സാധുക്കളായ ഞങ്ങളിൽ നിന്നൊരു തുഹഫയായി ഹദിയയായി ഈ സമയത്ത് തന്നെ നീ എത്തിക്കണേ റഹ്മാനേ. അവിടുത്തെ റഹ്മത്തിന്റെ നോട്ടം ഈ മജ്‌ലിസിലേക്ക് നൽകണേ അല്ലാഹുവേ. നിന്റെ സർവ്വ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീൻ ശുഹദാക്കൾ ഹദ്റത്തിലേക്കും നീ എത്തിക്കണം റഹ്മാനേ. ഇവിടെ ഒക്കെ മതമുള്ളവരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. അല്ലാഹ് ഞങ്ങളെ കൽബ് നന്നാകാനാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് കറവുരണ്ട ഈ കൽബൊന്ന് നന്നായി കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ സമയം ചെലവഴിച്ചത്. നീ ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലാഹ്.
അറിഞ്ഞു പറയാതെയും രഹസ്യമായും പരസ്യമായും മറന്നും മനഃപൂർവ്വം ഞങ്ങൾ ചെയ്തു കൂട്ടിയ എന്തെല്ലാം പാപങ്ങളുണ്ടോ നീ ഞങ്ങൾക്ക് പുറത്തു തരണം റഹ്മാനേ. അല്ലാഹുവേ, ഈമാനും തഖ്വയും ഇഖ്ലാസും ഞങ്ങളുടെ ഖൽബിൽ നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനേ. അല്ലാഹുവേ, റബ്ബാകുന്ന നീ ഞങ്ങളെ കൈയൊഴിക്കരുത് റഹ്മാനേ. നിന്റെ കബൂലിയത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മദ്ഹ് പറഞ്ഞത്. നിന്റെ കബൂലിയത്ത് നൽകാതെ നിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിള നൽകാം ഞങ്ങൾ ഈ മജ്ലിസിൽ നിന്ന് തിരിച്ചയക്കരുത് റഹ്മാനേ. അല്ലാഹ്, പൈശാചികമായ ചിന്തകളും പ്രവർത്തനങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് സലാമത്ത് നൽകണം റഹ്മാനേ. ഞങ്ങൾ ആരോഗ്യവും ഞങ്ങളുടെ സമയവും ഞങ്ങളുടെ സമ്പത്തും ഞങ്ങളുടെ സർവസ്വവും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹ്, ഞങ്ങൾ നിന്റെ കോടതിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞങ്ങളെ കയ്യിലൊന്നുമില്ലാതെ ഞങ്ങൾ പ്രയാസപ്പെടുമ്പോൾ ഞങ്ങളാകെ പ്രതീക്ഷിക്കുന്ന വഴി നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്, ആ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്. അവിടുത്തെ കരങ്ങൾ ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അവിടുന്ന് ആട്ടി ഓടിക്കുന്ന ജനവിഭാഗങ്ങളെ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്. അത്തരം വിദേഹത്തിന്റെ കക്ഷികൾ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങളെ പരമ്പരയെ പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങളെ മുതല്ലിമീങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്. ഈ കാവൽ നൽകണേ അല്ലാഹ്. അല്ലാഹ്, ഞങ്ങൾക്ക് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം, അവിടുത്തെ ജിവാറിൽ അണയണം. ഞങ്ങൾക്ക് അതിന് ഭാഗ്യം കിട്ടിയിട്ടില്ല. ഭാഗ്യം കിട്ടിയ സഹാബാക്കളെ ഞങ്ങൾ കണ്ടിട്ടില്ല. അവരെ കണ്ട താബീകളെ ഞങ്ങൾ കണ്ടിട്ടില്ല. എങ്കിലും ആ ഹബീബിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ടാവുന്നതുപോലെ ഞങ്ങൾ അവിടുത്തെ ഇത്തിബാഅ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെല്ലാം നീ തന്ന അനുഗ്രഹമാണ്. ലക്കൽ ഹംദു വലക ശുക്റു യാ അല്ലാഹ്. ലക്കൽ ഹംദു വലക ശുക്റു യാ അല്ലാഹ്. ഞങ്ങൾ ഹബീബിന്റെ കൈകൊണ്ട് പിടിക്കണം, അവിടുത്തെ ജിവാറിൽ അണയണം. സ്വർഗത്തിൽ വെച്ചെങ്കിലും ഞങ്ങൾക്ക് അവസരം നൽകണേ റഹ്മാനേ. ഭാഗ്യം നൽകണേ റഹ്മാനേ. മരിക്കുന്നതിന് മുമ്പ് സ്വപ്നത്തിലൂടെയെങ്കിലും ഒന്ന് കാണാൻ പരിചയപ്പെടാൻ അവസരം നൽകണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ച എത്രയോ ആളുകളുണ്ട് പല നാടുകളിൽ. എല്ലാവരുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങൾ സാധിപ്പിക്കണേ റഹ്മാൻ. രോഗത്തിലായി കിടക്കുന്നവർ, ക്യാൻസർ ബാധിച്ചവരും, കിഡ്നി വീക്കായവരും, ഹാർട്ടിന് കംപ്ലൈന്റ് ഉള്ളവരും, ആക്സിഡന്റ് പെട്ട് കിടക്കുന്നവരും, അല്ലാഹ് ആരെന്ത് രോഗങ്ങൾ അനുഭവിക്കുന്നുവോ നീ ശിഫ നൽകണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് മാരകമായ രോഗങ്ങളൊന്നും നൽകരുത് റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ പരീക്ഷണം അതിജയിക്കാൻ മാത്രമുള്ള ഈമാനോ തഖ്വയോ ഞങ്ങൾക്കില്ല. നീ ഞങ്ങളെ മാരകമായ രോഗങ്ങൾ നൽകിയോ, ഫഖർ നൽകിയോ, നിന്നെ മറക്കുന്ന ദുര നൽകിയോ, ഒന്നും നീ ഞങ്ങളെ പരീക്ഷിക്കരുത് റഹ്മാനെ. നിന്റെ ലുത്ഫിന്റെ റഹ്മത്തിന്റെ റഹ്ഫത്തിന്റെ നോട്ടം ഞങ്ങളിലേക്ക് നോക്കണം റഹ്മാനെ. അല്ലാഹുവേ, കടങ്ങളുള്ളവർക്ക് വീട്ടാൻ വഴി എളുപ്പമാക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കുള്ള മക്കളെ നീ ഹൈറിന്റെ സ്വലാഹിയത്തിന്റെ അരികാരാക്കണേ അല്ലാഹ്. മക്കൾക്ക് തുല്യം ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങൾ മുതല്ലിമീങ്ങളെയും നീ നന്നാക്കി വളർത്തി ഉയർത്തിത്തരണം അല്ലാഹ്. അല്ലാഹ്, ഇണകളില്ലാത്ത ആൺകുട്ടികൾ പെൺകുട്ടികൾ ഹൈറായ ഇണകൾ നൽകണം റഹ്മാനെ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷം നൽകണം റഹ്മാനെ. സുഖച്ച് ചിറച്ചേറ്റയില്ലാത്ത പ്രയാസപ്പെടുന്നവരുണ്ട്, നീ അവർക്ക് ഹൈർ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണേ അല്ലാഹ്. പണി തുടങ്ങിയവർക്ക് തുടങ്ങി വെച്ചവർക്ക് എളുപ്പം നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളിവിടെ ചോദിച്ചതും ചോദിക്കേണ്ടതുമായ സർവ്വകാര്യങ്ങളും ഞങ്ങൾക്കും ഞങ്ങളെ പ്രിയപ്പെട്ടവർക്കും ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും സംഭാവന നൽകുകയും ഓടി നടക്കുകയും ചെയ്ത മുഅ്മിനീങ്ങൾക്കും എല്ലാവർക്കും നിന്റെ ഔദാര്യമായി നൽകണേ റഹ്മാനെ. നീ ആരെയും നിരാശരാക്കല്ലേ അല്ലാഹ്, ഖായിബാക്കല്ലേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ മരിച്ചുപോയ ഉമ്മവപ്പമാരുണ്ട്, ഉസ്താദുമാരുണ്ട്, ബന്ധുജനങ്ങളുണ്ട്, നേതാക്കളുണ്ട്, പ്രവർത്തകരുണ്ട്, പലരുമുണ്ട്. പ്രിയപ്പെട്ട മകനടക്കം എല്ലാവരുടെ ഖബറും നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഈ മദ്രസയിൽ വെച്ച് ചെയ്ത എല്ലാ ഖൈറാത്തിന്റെയും മിസ്ലുസവാബയുടെ ഖബറിൽ എത്തിച്ചവർക്ക് ഈനാസ് നൽകണേ അല്ലാഹ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യമുള്ള ഖബറാക്കണേ അല്ലാഹ്. അവരെ ഞങ്ങൾക്ക് ദുനിയാവിൽ കാണാൻ കഴിയില്ല. ഞങ്ങൾക്ക് ആഖിറത്തിൽ സ്വർഗ്ഗത്തിൽ വെച്ച് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ ഒരുമിച്ച് കൂടി സന്തോഷം പങ്കുവെക്കാൻ നീ സൗഭാഗ്യം നൽകണം റഹ്മാനേ. അല്ലാഹ്, ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. എപ്പോഴും
എപ്പോഴാണെന്നറിയില്ല. പെട്ടെന്നാക്കല്ലേ അല്ലാ, പെട്ടെന്നാക്കല്ലേ അല്ലാ, അപകടത്തിൽപ്പെടുത്തിയുമാക്കല്ലേ അല്ലാ. എല്ലാ കടപാടുകളും പൂർത്തിയാക്കി ചെയ്യേണ്ട വസിയത്തുകളൊക്കെ ചെയ്ത് നസുഹായ തൗബയും ചെയ്ത് നിന്നിലേക്ക് തിരിച്ചു വരാൻ ഭാഗ്യം നൽകണേ അല്ലാ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ച് നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുഖവും കണ്ട് നിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കളെല്ലാം സ്വീകരിക്കുന്ന നിലക്കുള്ള സന്തോഷത്തിന്റെ മരണം നൽകണം റഹ്മാനേ. ഇത് അവസാനത്തെ മജ്‌ലിസാക്കല്ലേ റഹ്മാൻ. ഇനിയും ഒരുപാട് റബീഉൽ അവ്വൽ സ്വീകരിക്കാൻ, 12ന്റെ സുബഹിയോടടുത്ത സമയത്തെ സ്വീകരിക്കാൻ, ദീനിനോട് ഇഷ്ക് വെച്ച് ജീവിക്കാനും ഞങ്ങൾക്ക് നീ ആയുസ്സ് തന്ന് അനുഗ്രഹിക്കണം റഹ്മാനേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. മകന് വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. സംഘാടകൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ആവശ്യം നിങ്ങളുടെ മുന്നിൽ വെക്കാണ്. പ്രയാസമൊന്നും പെടണ്ട, നിർബന്ധമില്ല. എന്റെ മനസ്സിനെ അലട്ടുന്ന ഒരു സംഗതി ആയതുകൊണ്ട് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്ക് പരിചയമുള്ള ഒരു സയ്യിദ്, അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു പേരക്കുട്ടിയായ നല്ല ഒരു സയ്യിദ്, ഒരു പ്രയാസം ഒരാളോട് പറയാത്ത മനുഷ്യനാണ്. അദ്ദേഹം സ്ട്രോക്ക് വന്ന് ചികിത്സയിലായി, ഇപ്പൊ കുഴങ്ങിപ്പോയി, വീൽ ചെയറിലാണ്. അങ്ങനെ പ്രയാസത്തിനാണുള്ളത്. ചികിത്സയൊക്കെ അയാൾ സ്വന്തം തന്നെ നടത്തിയത്. അപ്പോ അദ്ദേഹത്തിന്റെ വീടും സ്ഥലവും വിൽക്കുകയാണെന്ന് ഒരു പ്രവർത്തകൻ എന്നോട് വന്നിട്ട് പറഞ്ഞു. അപ്പൊ നിങ്ങളൊന്ന് പോയിട്ട് സംസാരിക്കണം, എന്തുകൊണ്ടാണ് നമ്മളെ നാട്ടിൽ നിന്ന് വിട്ടുപോകുന്നത്. ആ പ്രവർത്തകൻ പറഞ്ഞാണ് ഞങ്ങളെ നാട്ടിൽ നിന്ന് ആ സയ്യിദ് വിട്ടുപോകരുത് എന്ന് എനിക്ക് പറഞ്ഞപ്പോ ആ സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കാം. അപ്പോൾ തങ്ങളോട് സംസാരിച്ചപ്പോൾ സയ്യിദുകൾ പറഞ്ഞു, ഞാനിപ്പോൾ കുഴങ്ങി, ഇപ്പം വീൽ ചെയറിലാണ്, ഞാൻ എപ്പോഴാണ് പിരിയാന്നറിയില്ല, കടത്തോടെ എനിക്ക് മരിച്ചുകൂടാ, അതുകൊണ്ട് താമസിക്കാൻ എവിടെയെങ്കിലും സ്ഥലം കിട്ടുമല്ലോ.